നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾ അറിയരുത് എന്നാഗ്രഹിക്കുന്ന വൻകിട മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഭാഗമായി എങ്ങനെയെല്ലാം തമസ്കരിക്കാനാകും എന്നതാണ്, അത്തരം പ്രവർത്തനങ്ങൾ തമസ്കരിക്കാനാകും, ഏതെല്ലാം രീതിയിൽ ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റും. ഇനി അഥവാ അറിയിക്കേണ്ടി വന്നാൽ അതിൻ്റെ നല്ല വശങ്ങൾ മറച്ചു വെച്ച് വക്രീകരിച്ച് തീർത്തും ദുരുപദിഷ്ടമായ ഭാഗം അവതരിപ്പിക്കുക, ഇതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നാടൊന്നാകെ നേടിയെടുത്ത വികസന നേട്ടങ്ങളെ കാണാതിരിക്കുകയും വികസന വിരോധികളുടെയും ദോഷൈക ദൃക്കുകളുടെയും വഷളത്തരങ്ങളെ മഹത്വവൽക്കരിച്ച് വാർത്തയാക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തനത്തെ എന്ത് പേരിട്ട് വിളിക്കും? ജനങ്ങളുടെ ക്ഷേമവും വികസനവുമല്ല പ്രശ്നമെന്നും 4 വോട്ടിന് വേണ്ടി സർക്കാരിനെതിരെ നുണക്കോട്ടകൾ പണിയുന്നതാണ് മുഖ്യമെന്നും കരുതുന്ന പ്രതിപക്ഷത്തെയും എന്ത് പേരിട്ട് വിളിക്കും? ക്രിയാത്മക പ്രതിപക്ഷത്തിനും പുരോഗമന മാധ്യമ പ്രവർത്തനത്തിനും അപവാദമാവുകയാണ് കേരളത്തിലെ പ്രതിപക്ഷവും ഒരുപറ്റം മാധ്യമങ്ങളും. കണ്ണഞ്ചിക്കുന്ന നേട്ടങ്ങൾ നേടിയെടുത്ത നമ്മുടെ നാടിനെ എഴുത്തിക്കാട്ടുന്ന നുണ വ്യവസായത്തിലെ കൂട്ടുപങ്കാളികളാകുന്ന പ്രതിപക്ഷവും ഈ മാധ്യമങ്ങളും എന്ത് സന്ദേശമാണ് നൽകുന്നത്? വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക സഹകരണം എന്നിവയിലൂടെ മനുഷ്യ വിഭവശേഷി വികസിപ്പിച്ച് കേരളം കൈവരിച്ചത് അതിശയകരമായ നേട്ടങ്ങളാണെന്ന് ലോക പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യ സെൻ പറഞ്ഞത് അസുഖകരമായ പറച്ചിലായി തോന്നിയത് ഇക്കൂട്ടർക്ക് മാത്രമാണ്. ഒരു സർക്കാരിനെ കുറിച്ചുള്ള കണക്കെടുപ്പിൽ ആദ്യം പരിഗണിക്കപ്പെടേണ്ടത് വികസനവും ക്ഷേമവും തന്നെയല്ലേ? വികസനവും ക്ഷേമവും ചർച്ചയാകരുതെന്ന് ശഠിക്കുന്ന നിങ്ങളുടെ മാനസിക രോഗത്തിനുള്ള മരുന്ന് ഞങ്ങൾ കരുതിയിട്ടുണ്ടെന്ന് ഭൂരിപക്ഷം മലയാളികളും പറയുന്നു. വരൂ, ഇനി നമുക്ക് വികസനം തന്നെ ചർച്ച ചെയ്യാമെന്ന അവരുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് PK ഗോപൻ, കോൺഗ്രസ് നേതാവ് റോണി കെ ബേബി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ എന്നിവരാണ്. സ്വാഗതം 3 പേർക്കും. ശ്രീ റോണി കെ ബേബി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം ഇന്നും ഇന്നലെയുമൊക്കെയായി സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിക്കുന്ന നിങ്ങളുടെ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഒരു വാചകമുണ്ട്. ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ്, K-ഫോൺ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ നേരിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല, അത് സംസ്ഥാന സർക്കാരിൻ്റെ ഏർപ്പാടുമല്ല എന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയെ കണ്ടു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റൊരു നേതാവ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തുന്ന പുതുയുഗ യാത്ര, ആ പുതുയുഗ യാത്രയ്ക്ക് പല പേരുകളാണ് ഇപ്പോൾ ജനങ്ങൾ ചാർത്തി കൊടുത്തിരിക്കുന്നത്. ആ പുതുയുഗ യാത്ര അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മനസ്സിൽ കേരളത്തിൻ്റെ രക്ഷപ്പെടുത്താനുള്ള നിരവധി വികസന പദ്ധതികളുണ്ട്, അതിലെല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല, സസ്പെൻസായി തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ്. അതെല്ലാം സസ്പെൻസായി തന്നെ ഇരിക്കട്ടെ എന്നാണ് കേരളീയർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങൾ ഒരു സർക്കാരിനെതിരെ നിങ്ങൾക്ക് ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉന്നയിക്കാം, അത് ശരിയുമാണ്. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണ്? കേരളത്തിൽ ഒരു കാരണവശാലും വികസനം ഉണ്ടാകരുത്, ഈ വികസനം ചർച്ച ചെയ്യരുത്, ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളം നേടിയെടുത്ത നേട്ടങ്ങൾ ഒരു മനുഷ്യനും അറിയരുത്, ചർച്ച ചെയ്യപ്പെടരുത്, അതിനെതിരെ നുണ വ്യവസായം പടച്ചുവിടുക, ഇതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപറ്റ മാധ്യമങ്ങളോടൊപ്പം ചേർന്ന്? ഏതൊക്കെയാലും ഇപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന CPM ഒക്കെ വികസനം ചർച്ച ചെയ്യാൻ വേണ്ടി ആരംഭിച്ചല്ലോ. ഞങ്ങൾക്കത് വലിയ സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് ഈ വികസന കോട്ടകളൊക്കെ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി മറ്റു പല വിഷയങ്ങളും ആസൂത്രിതമായി കൊണ്ടുവന്ന് ഇവിടെ അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് CPM-ഉം മുഖ്യമന്ത്രിയും CPM-ന്റെ നേതാക്കന്മാരും ഒക്കെയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ പുതുയുഗ യാത്രയിൽ ഒരു ഓൾട്ടർനേറ്റീവ് മുന്നോട്ട് വെച്ചുകൊണ്ട്, ഒരു ബദൽ വികസന മാർഗരേഖ മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് വലിയ പിന്തുണ ലഭിക്കുന്നു എന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇന്ന് വികസനത്തെക്കുറിച്ച് പറയുന്നത് കേട്ടു. ഞങ്ങൾക്കത് വലിയ സന്തോഷമുണ്ട്. എങ്കിൽ കേരളത്തിലെ ജനങ്ങൾ സത്യസന്ധമായി വിലയിരുത്തട്ടെ, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തില് എന്ത് വികസനമാണ് ഈ കേരളത്തിൽ ഉണ്ടായത് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ മാർക്കിടട്ടെ. ഇവിടെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നല്ല. കാരണം ഈ വികസനം അതുണ്ടെങ്കിൽ അത് അനുഭവിക്കേണ്ട ആളുകൾ, അത് അനുഭവിക്കുന്ന ആളുകൾ, അത് വികസനത്തിന്റെ മെരിറ്റ് ആയിക്കോട്ടെ കോട്ടമായിക്കോട്ടെ, അത് അനുഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. അവർ വിലയിരുത്തട്ടെ. ഞാൻ ചില സ്റ്റാറ്റിസ്റ്റിക്സുകൾ മാത്രം ഞാൻ മുന്നോട്ട് വയ്ക്കുക. ഞാൻ മറ്റ് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളല്ല. സർക്കാരിന്റെ ബജറ്റുമായി തന്നെ ബന്ധപ്പെട്ട് സർക്കാർ അവകാശപ്പെടുന്ന വികസന നേട്ടം ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും അധികം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. നമ്മൾ പറയും മോദി സർക്കാർ ഇവിടെ വലിയ തൊഴിലില്ലായ്മ സൃഷ്ടിച്ചിരിക്കുന്നു,
ഇന്ത്യയിലെ കോടാനുകോടി ചെറുപ്പക്കാരില്ലാതെ വലയുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ കണ്ണാടി എടുത്ത് ഒന്ന് നേരെ നമ്മുടെ നേരെ ഒന്ന് തിരിച്ചു വെക്കണം. ഇന്ന് കേരളത്തിന്റെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ഇത് പ്രതിപക്ഷം കണ്ടെത്തിയതല്ല, റേറ്റ് എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 42.3% ആണ്. എത്ര ഡേഞ്ചറസ് ആണ്, അലാമിംഗ് ആണ്. ഗ്രാജുവേറ്റ് അൺഎംപ്ലോയ്മെന്റ്, അതായത് ബിരുദം വരെയെങ്കിലും വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ നിൽക്കുന്ന തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്നത് 42.3%. ഇനി 29 വയസ്സിന് താഴെയുള്ളവരുടെ എടുത്തു കഴിഞ്ഞാലോ, ഞാൻ പറയുന്നത് ഈ ഗ്രാജുവേറ്റ് അല്ലാത്തത്, അവരുടേത് എന്ന് പറയുന്നത് 29.9. അതിൽ ഫീമെയിൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് 47% ആണ്. കേരളത്തിൽ നിന്ന് തന്നെ ഈ കഴിഞ്ഞ 10 വർഷം നാട് വിട്ടുപോയ ചെറുപ്പക്കാരുടെ ഒന്ന് കണക്കെടുത്ത് നോക്ക്. ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, ഇന്ന് 65 ലക്ഷം പ്രവാസികളാണ് കേരളത്തിന് പുറത്തുള്ളത്. അതായത് കേരള ജനസംഖ്യയുടെ 20% എന്ന് പറയുന്നത് പ്രവാസികളാണ്. അതായത് 20% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് കേരള അവർ കേരളത്തിന്റെ പുറത്താണ്. ഈ അവകാശപ്പെടുന്ന വികസന നേട്ടങ്ങളുടെ ഏത് മേഖലയാണ് നിങ്ങൾ പറ. കാർഷിക മേഖല എടുക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യാവസായിക മേഖല എടുക്ക്, സേവന മേഖല എടുക്ക്. ഞാൻ കൃത്യമായി കണക്കുകൾ പറയാം. 2.5 ലക്ഷം ആളുകൾ ജോലി ചെയ്തിട്ടുണ്ടിരുന്ന കശുവണ്ടി മേഖലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? 7 ലക്ഷം തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടിരുന്ന കയർ വ്യവസായ മേഖലയുടെ അവസ്ഥ എന്താണ്? കേരളത്തിലെ പേപ്പർ മില്ലുകൾ, നന്നായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു പേപ്പർ മില്ലുകൾ, ഒരു കാലത്ത് കേരളത്തിന്റെ വികസനത്തിന്റെ, നമ്മുടെ വ്യാവസായിക നേട്ടത്തിന്റെ ഏറ്റവും വലിയ സൂചന നമ്മുടെ കേരളത്തിലെ പേപ്പർ മില്ലുകളായിരുന്നു. അവയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? വ്യാവസായിക മേഖലയിൽ ഇവിടെ സർക്കാർ ചില കണക്കുകൾ പറഞ്ഞു ഈ ബജറ്റില്. കാർഷിക മേഖല വലിയ രീതിയിൽ കുതിക്കുന്നു, വ്യാവസായിക മേഖല വലിയ രീതിയിൽ കുതിക്കുന്നു, സേവന മേഖല വലിയ രീതിയിൽ കുതിക്കുന്നു. ഒരു കാര്യം, ഒരു കള്ളക്കളി അതിൻ്റെ അകത്തുണ്ട്. ബേസ് ഇയർ ആയിട്ട് എടുത്തിരിക്കുന്നത് 2020-21. ഏതാണെന്നറിയോ ബേസ് ഇയർ? കോവിഡ് കാലത്ത് ഏറ്റവും അധികം സാമ്പത്തികമായി പിന്നോക്കം പോയിരുന്ന ആ 2020-21 ബേസ് ഇയർ ആയി എടുത്തിട്ട് പറയുകയാണ് കാർഷിക മേഖല 10% വളർന്നു, വ്യാവസായിക മേഖല 24% വളർന്നു. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം, അതിന് ബേസ് ഇയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2020-21 ഏറ്റവും അധികം സാമ്പത്തികമായി പിന്നോക്കം പോയ ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ കണക്കുകൾ പരിശോധിക്കുക. നികുതി വരുമാനം, നികുതിയേതര വരുമാനം, ഒരു സംസ്ഥാനത്തിന്റെ തനത് വരുമാനം ബജറ്റ് പരിശോധിക്കുക. ഞാൻ വെല്ലുവിളിക്കാം, നികുതിയേതര വരുമാനത്തിന്റെ 67% ലോട്ടറി വിറ്റ് മാത്രം ഉണ്ടാകുന്ന പണമാണ്. നികുതി വരുമാനത്തിന്റെ ഒരു വലിയ ശതമാനം എന്ന് പറയുന്നത് മദ്യം വിറ്റ് മാത്രമാണ്. ലോകത്ത് സ്വന്തമായി മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. എത്രയാണ് കേരളത്തിൽ ഇന്ന് ബാറുകളുടെയും ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം? 1250 വരും. ഇതാണോ അഭിമാനിക്കുന്ന നേട്ടം? മദ്യം വിറ്റും ലോട്ടറി വിറ്റും സർക്കാർ ഖജനാവിലേക്ക് നികുതി വരുമാനത്തിന് വളർച്ച. റോണിക്ക ബേബി, ഈ കണക്കുകൾ സാധാരണഗതിയിൽ ഈ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പുകൾ എല്ലാവരും പറയാറുള്ളത് ഈ ലോട്ടറിയുടെയും മദ്യത്തിന്റെ വരുമാനം കൃത്യമായി കണക്കെടുത്താൽ മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം എത്രയാണെന്ന് വളരെ തുച്ഛമായ വരുമാനം. പിന്നെ താങ്കൾ ഇവിടെ നേരത്തെ കുറേ കണക്കുകൾ അവതരിപ്പിച്ചു ഈ തൊഴിലില്ലായ്മയെ സംബന്ധിച്ച്. UPSCയുടെ അടക്കം നീതി ആയോഗിൻ്റെ അടക്കം കണക്ക് വന്നിട്ടുണ്ട്. രാജ്യത്തെ പൊതുമേഖല, അതായത് പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമനങ്ങളിൽ 60% നടക്കുന്നത് കേരളത്തിലാണ്. കഴിഞ്ഞ 10 വർഷക്കാലം 3.5 ലക്ഷം പേർക്കാണ് നിയമനങ്ങൾ നൽകിയത് PSC വഴി. അതോടൊപ്പം തന്നെ കാർഷിക മേഖല, കഴിഞ്ഞ ആഴ്ച താങ്കളൊരു വാർത്ത വായിച്ചിട്ടുണ്ടാകും, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തിട്ടൂരം. അതായത് നെൽകർഷകർക്ക് നൽകുന്ന, സംസ്ഥാന സർക്കാർ നൽകുന്ന ബോണസ് നൽകരുത്, കാരണം കാർഷികോൽപാദനം കൂടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കണക്കുകൾ വരുന്നു. പിന്നെ നികുതി വരുമാനത്തെ സംബന്ധിച്ചുണ്ടല്ലോ, ഈ കേന്ദ്രം വലിയ തരത്തിൽ കേന്ദ്രം നൽകുന്ന വിഹിതത്തിൽ വെട്ടിക്കുറവ് വരുത്തിയപ്പോൾ 80% കേരളം നടത്തുന്ന നികുതി പിരിവിലൂടെയും തനത് വരുമാനം കേരളമാണ് കണ്ടത്. ഈ കണക്കുകൾ കാണാതെയാണോ താങ്കൾ പറയുന്നുള്ളത്? താങ്കളുടെ ഈ കണക്കുകൾ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത്. ഏതായാലും CPK ഗോപൻ, അദ്ദേഹം ഏത് മേഖലയിലാണ്? സേവന മേഖലയിലുണ്ടോ, പൊതുമേഖലയിലുണ്ടോ? പേപ്പർ മില്ലിന്റെ അടക്കം കണക്ക് പറഞ്ഞു. കൂട്ടിപ്പോയൊരു പേപ്പർ മിൽ, ആ പേപ്പർ മിൽ പൊതുമേഖലയിൽ കൊണ്ടുവന്ന് ലാഭത്തിലേക്കാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ശ്രീ റോണിക്ക ബേബി, PK ഗോപൻ താങ്കൾക്ക് മറുപടി പറയാം. ചോദിച്ച ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്, ഏത് മേഖലയിലാണ് ഈ സർക്കാർ നേട്ടങ്ങൾ കൊയ്തെടുത്തത്? ഇദ്ദേഹത്തിന് ഈ കണക്ക് എവിടുന്ന് കിട്ടിയെന്ന് ഒരു പിടുത്തവും ഇല്ല. കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാ. താങ്കൾക്ക് തുടരാം. അല്ല, മുഖ്യമന്ത്രിയാണോ ഈ അൺഎംപ്ലോയ്മെന്റിന്റെ കണക്ക് ഇദ്ദേഹത്തെ വിളിച്ച് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്തത്? ഞങ്ങളാരും കേട്ടില്ല. ഏത് ഡേറ്റാസ് വെച്ചാണ് ഈ സംസാരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കിയാൽ കൊള്ളാം. ഒരു ചാനൽ ഫ്ലോറിൽ ഇരുന്നിട്ട് നമ്മള് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ പറഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവിന് ഇന്ന് കേരളത്തിൽ യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് അപകടമാണെന്ന് കേരളത്തിലുള്ളവർക്കെല്ലാം അറിയാം. അദ്ദേഹം ഉച്ചയ്ക്ക് അത് നിഷേധിക്കുകയും ചെയ്യും.
ഇത്രയും കൂടുതൽ വീഡിയോ ക്ലിപ്പിംഗ്സ് നമ്മുടെ മുമ്പിലുള്ളപ്പോഴും പച്ചയായിട്ട് അത് നിഷേധിക്കുന്നതിനും അദ്ദേഹത്തിന് യാതൊരു മടിയില്ല. ആ ഒരു പാതയാണ് പിന്തുടർന്നതെങ്കിൽ നിങ്ങളെപ്പോലുള്ള കോൺഗ്രസ് പ്രവർത്തകർ വലിയ അബദ്ധത്തിൽ ചിന്തിക്കുകയാണ്. കാരണം ഞാൻ അങ്ങനെയൊക്കെ ഒരു കണക്ക് പറഞ്ഞില്ല, അൺഎംപ്ലോയ്മെന്റിന്റെ കണക്ക് ഇപ്പൊ പറഞ്ഞതല്ലേ. 2015 നവംബർ മാസം 11 UDF പത്രമായ മലയാള മനോരമയുടെ കണക്കനുസരിച്ച് കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് 8%. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, 2025 നവംബർ 11 മലയാള മനോരമ ലേഖകന്റെ കണ്ടുപിടുത്തം അനുസരിച്ച് അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഡേറ്റാസ് 8% കേരളത്തിലെ അൺഎംപ്ലോയ്മെന്റ് നിരക്ക്. അത് ഇന്ത്യ രാജ്യത്തെ 3-ാം സ്ഥാനമാണ്. ഇതാണ് അന്ന് പ്രസിദ്ധീകരിച്ച കണക്കെന്ന് പറഞ്ഞാൽ. 40% അൺഎംപ്ലോയ്മെന്റ് നിരക്ക് അങ്ങേക്ക് എവിടുന്ന് കിട്ടി എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സാധാരണഗതിയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയ PSC നിയമനമാണ്. കേരളത്തിൽ ഈ 10 വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള PSC നിയമനം 3.5 ലക്ഷത്തോളമാണ്. അത് ഇന്ത്യ രാജ്യത്താകെ നടന്ന PSC നിയമനത്തിന്റെ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന PSC നിയമനത്തിന്റെ 60%. ചെറിയൊരു കണക്കല്ലത്. 28 സ്റ്റേറ്റുകൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കോടിക്കണക്കിന് മനുഷ്യർ, അവരുടെ ആകെ നടക്കുന്ന PSC നിയമനങ്ങളിൽ 60% കേരളത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളിൽ 2000, 3000, 4000 PSC നിയമനമേ ഒരു വർഷം നടക്കുന്നുള്ളൂ എന്നാണ്. ഇവിടെ 37,000, 40,000 PSC നിയമനങ്ങളാണ് ഒരു വർഷം നടക്കുന്നത്. ഇനി രണ്ടാമത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് നമ്മൾ പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന IT വ്യവസായമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് IT പാർക്ക് കൊണ്ടുവരുന്ന VK നായനാരുടെ ഗവൺമെന്റാണ്. ഇന്ന് ബാംഗ്ലൂരിലും ബോംബെയിലും ഒക്കെ സെറ്റിൽഡ് ആയ IT വ്യവസായി ഇന്ന് കേരളത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ തൊഴിൽ മേള. ഞാൻ ഒരു ജില്ലയുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, കുടുംബശ്രീയും മറ്റ് സംവിധാനങ്ങളും എല്ലാം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തൊഴിൽമേള സംഘടിപ്പിച്ച് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഇന്റർവ്യൂ നടത്തി വലിയ തോതിൽ തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ തോമസ് ഐസക് മുഖ്യ ഉപദേഷ്ടാവായിട്ട് അത്തരം ഒരു ജോലി കേരളത്തിൽ നടക്കുകയാണ്. വലിയ അധ്വാനമാണ്. അതിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ച ഒരു ജില്ല പത്തനംതിട്ടയാണ്. കേരളത്തിൽ എത്ര ലക്ഷം പേർക്കാണ് അങ്ങനെ തൊഴിൽ കിട്ടിയെന്നുള്ളത് അങ്ങേക്കറിയാവും. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് നിരക്കിനെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞത് ശുദ്ധ കള്ളമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നികുതി വിഹിതത്തിന്റെ ഇത് പറഞ്ഞ് പഴകി തേഞ്ഞ് പലരും എടുത്ത് ഉപയോഗിച്ച് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട കണക്കാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് കണക്കാ? മദ്യത്തിന്റെ, ലോട്ടറിയുടെയും. ഇന്ത്യ രാജ്യത്ത് മദ്യവരുമാനത്തിൽ ഏറ്റവും കുറച്ച് വരുമാനമുള്ള സ്റ്റേറ്റുകളിൽ ഒന്ന് കേരളമാണ്. ലോട്ടറിയുടെ 2-3% മാത്രമാണ് കേരളത്തിലെ ആകെ നികുതി വരുമാനത്തിൽ ലോട്ടറിയുടെ പങ്കെന്ന് പറഞ്ഞാൽ. ഇതെല്ലാം മാറി. ഇതെല്ലാം പഴയകാല കഥകളാണ്. ഉമ്മൻചാണ്ടി സർക്കാരും ആന്റണി സർക്കാരും ഒക്കെ ഇരുന്ന കാലത്തെ കണക്കേ അങ്ങയുടെ കയ്യിലുള്ളൂ. അങ്ങ് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആവും. കേരളം മാറിയ 10 വർഷത്തിനിടയിൽ മാറിയ കാര്യങ്ങൾ ബോധ്യപ്പെടും. അപ്പൊ ഈ കണക്കുകളൊക്കെ തെറ്റാണ്. മൂന്നാമത്തെ കാര്യം, കേരളത്തിൽ വികസനം, കേരളത്തിൽ എന്ത് വികസനമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. കേരളത്തിന്റെ വികസനം എന്താണെന്ന് ഇന്നലെ കോൺഗ്രസിന്റെ ദേശീയ നേതാവായ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ഏറ്റവും ക്ലോസറ്റ് ഫ്രണ്ട് ആയിരുന്ന മണിശങ്കരയ്യർ സാർ ഇവിടെ ഒന്ന് കേരളത്തിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ശശി തരൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശശി തരൂർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അതായത് നിങ്ങളുടെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാണ് അദ്ദേഹം. അങ്ങനെ ഒരാൾ ഇവിടെ കേരളത്തിൽ വന്നിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മണിശങ്കരയ്യർ സാർ പറഞ്ഞത് കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഈ മണിശങ്കരയ്യരാണല്ലോ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് പഞ്ചായത്ത് രാജ് സിസ്റ്റം നമ്മൾ ആഗ്രഹിച്ചത് ഇന്ത്യയിൽ നടപ്പിലായത് കേരളത്തിലേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഞാനൊരു ചെറിയ സമയം അധികം എടുക്കത്തില്ല, ചുരുക്കി അങ്ങ് പറയാം. 1957 EMSന്റെ ഗവൺമെന്റ് വന്നപ്പോ അദ്ദേഹം ലോകത്ത് വലിയ ശ്രദ്ധ പിടിച്ചു പറ്റി. ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇലക്ഷനിലൂടെ വരുന്നു. അപ്പൊ ഡൽഹിയിൽ പത്രസമ്മേളനം, 500-ൽ പരം ആളുകൾ കൂടി. ചാനലുകളൊന്നുമില്ല, പത്രങ്ങൾ മാത്രമേ ഉള്ളൂ, റേഡിയോയും പത്രങ്ങളും ഉള്ളൂ. EMS ഒരു വളരെ സവിശേഷമായ ഒരു കാര്യം അവതരിപ്പിച്ചു അവിടെ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം നടപ്പിലാക്കാനല്ല, കോൺഗ്രസ് ഉപേക്ഷിച്ചു പോയ നയം നടപ്പിലാക്കാനാണ്. ഇതാണ് അതിന്റെ വിശദാംശം പറയാൻ സമയമില്ല. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടപ്പിലാക്കിയത് നമുക്ക് സമയമുണ്ട്, പിന്നെ ചർച്ച ചെയ്യാം. അപ്പോ EMS ഈ പറഞ്ഞത്
കോൺഗ്രസ് ഉപേക്ഷിച്ച് പോയ കാര്യങ്ങളാണ് ഞങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്നത്. നോക്കൂ, മണിശങ്കരയ്യർ സാർ ഇന്നലെ പറഞ്ഞ എന്താ? കോൺഗ്രസ് ലക്ഷ്യമിടുകയും നടപ്പിലാക്കാൻ മടിക്കുകയും ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്നു. പഞ്ചായത്ത് രാജ് സിസ്റ്റത്തെ മറ്റെല്ലാ സ്റ്റേറ്റുകളും പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്നുള്ളതിൽ മാത്രം നിലനിർത്തിയപ്പോ കേരളത്തിൽ 2 ദിവസം അസംബ്ലി ഇരുട്ടി വെളുക്ക ചർച്ച ചെയ്ത് 400-ൽ പരം 500-നടുത്ത് ഭേദഗതികൾ സ്റ്റേറ്റിൽ ഉൾപ്പെടുത്താൻ കഴിയാവുന്ന അഡീഷനുകൾ കൊണ്ടുവന്ന് അതിനെ ജനകീയാസൂത്രണമാക്കി മാറ്റി. അതിന് നേതൃത്വം കൊടുത്ത ആൾ സഖാവ് EMS-ഉം അതിന്റെ പ്രധാന പടയാളിയായിട്ട് പ്രവർത്തിച്ച ഡോക്ടർ തോമസ് ഐസക്കുമാണ്. അപ്പോ മണിശങ്കരയ്യർക്ക് ഇന്ന് കേരളത്തിൽ വന്നപ്പോ ഈ ജനകീയാസൂത്രണത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കാണുന്ന 57 ലക്ഷം അംഗങ്ങളുള്ള കുടുംബശ്രീ, അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കാണുന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വികസനം, അതിന്റെ ഭാഗമായി വന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഇതൊക്കെ നേരത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിട്ട് ഊന്നൽ കൊടുത്തുകൊണ്ടിരുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയും നിങ്ങൾ ആക്ഷേപിച്ചിട്ടുള്ള ഞങ്ങളെ. അതുകൊണ്ടാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സഹായമില്ലാതെ, നിങ്ങൾ ഭരിക്കുമ്പോഴും ഇല്ല, BJP ഭരിക്കുമ്പോഴും ഇല്ല, 10 പൈസയുടെ സഹായം തരത്തില്ല. നിങ്ങൾ 5-6 മന്ത്രിമാരുണ്ടായിരുന്നല്ലോ ഇവിടുന്ന്, ഇപ്പൊ 19 എണ്ണം ഉണ്ടല്ലോ. പാട്ടുപാടാനല്ലേ അവിടെ പോകുന്നുള്ളൂ, കേരളത്തിന്റെ വികസനം പറയാൻ അവിടെ പോകുന്നില്ലല്ലോ. ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന് നികുതി വിഹിതം തരുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ 19 മന്ത്രിമാർ ഒരു ദിവസം സംസാരിച്ചോ? ഒരു 2 മിനിറ്റ് പ്രിയങ്ക ഗാന്ധി സംസാരിച്ചോ? ഒരു 4 മിനിറ്റ് രാഹുൽ ഗാന്ധി സംസാരിച്ചോ? ഇവിടുത്തെ MP-മാരാണല്ലോ, ഇവരാരെങ്കിലും സംസാരിച്ചോ? അപ്പൊ ഞങ്ങൾ അതിന് മറുമരുന്നായിട്ടാണ് കിഫ്ബി ഉണ്ടാക്കിയത്. അതിന്റെയാണ് 1 ലക്ഷം കോടി രൂപയുടെ വികസനം ഇവിടെ നടന്നത്. മണിശങ്കരയ്യർ കേരളം കണ്ട് അത്ഭുതപ്പെട്ട് കേരളത്തിന്റെ സമാധാനവും സന്തോഷവും കണ്ടിട്ട് ഫാറൂഖ് അബ്ദുള്ള എന്ന 90 വയസ്സായ ജ്ഞാനവൃദ്ധൻ, നെഹ്റുവിന്റെ കാലത്തുള്ളതാ, ആ മനുഷ്യൻ പിണറായിയുടെ തോളിൽ ചാഞ്ഞുകൊണ്ട് പ്രകടിപ്പിച്ച ഒരു സന്തോഷത്തിന്റെ അനുഭൂതിയുടെയും നിർവിശേഷം ഉണ്ടല്ലോ, അത് VD സതീശനൊക്കെ മനസ്സിലാക്കണമെങ്കിൽ 1000 കൊല്ലം ജീവിക്കണം. ആ ഫാറൂഖ് അബ്ദുള്ള എന്ന നാഷണൽ മുസ്ലിം ഈ കാശ്മീരിനെ പാകിസ്ഥാനിൽ കൊണ്ടുപോകാതിരിക്കാൻ ചോര കൊടുത്ത മനുഷ്യരുടെ പിൻഗാമി, അല്ലെങ്കിൽ അക്കാലത്ത് പ്രവർത്തിച്ചയാൾ. ഈ കേരളത്തിലാണ് അത്തരം സമാധാനം നിലനിൽക്കുന്നത്. എല്ലാ പിന്തുണയും ഹൃദയം കൊണ്ട് ചേർത്ത് പിടിച്ച്, നെഞ്ചിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് 2 ശരീരങ്ങൾ ഇന്നലെ കേരളത്തിൽ ഒരുമിച്ചത് അതിന്റെ ഒരു പാരമ്പര്യമാണ്. ആ വികസനത്തെ തടസ്സപ്പെടുത്താൻ നേരത്തെ സിജു ഇവിടെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ച് മരിച്ചു കളയും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ഇന്നത് ചാനലുകളായി, വലിയ പ്രളയങ്ങളായി. ഇപ്പൊ നിങ്ങളുടെ വലിയ ചാനൽ വരാൻ പോകുന്നു, തെലങ്കാനയിലെ ഖനി മുതലാളിമാരുടെ ചാനലുകൾ വരാൻ പോകുന്നു. കേരളത്തിൽ എല്ലാ ദിവസവും മലയാള മനോരമയും മാതൃഭൂമിയും എല്ലാ പേജിലും, ഒരു പേജിൽ മാത്രമല്ല, അവരുടെ എഡിറ്റോറിയൽ ബോർഡ് കൂടി തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് എല്ലാ പേജിലും ഒരു സർക്കാർ വിരുദ്ധ വാർത്ത വരണം, ശുദ്ധമായ നുണകൾ. അത് പിന്നെ 4-5 ദിവസം കഴിഞ്ഞ് പൊളിഞ്ഞു വെക്കോട്ടെ, പക്ഷെ ആദ്യം പ്രസരിപ്പിച്ച കുറെ വാർത്തകൾ കിടക്കുമല്ലോ. അങ്ങനെ തെരഞ്ഞെടുപ്പ് വരെ ശക്തമായിട്ട് LDF വിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് ഈ കേരളത്തിൽ വികസനത്തെ അവർക്ക് ചർച്ച ചെയ്യാൻ മടിയാണ്, പേടിയാണ്. ഒരു കാര്യം കൂടി ഈ സാഹചര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമ്മുടെ ഈ താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ മറ്റേ വിഷം കഴിച്ച് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ നിന്ന് വിഷം കഴിച്ച് മരിക്കുമെന്ന് പറഞ്ഞ മനോരമ പത്രത്തിൻ്റെ ഒരു സർവേ ഈ അടുത്ത കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക, എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അതിൽ അവർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ക്വസ്റ്റ്യനെയറുകൾ. അതിൽ വിലക്കയറ്റമുണ്ട്, ക്രമസമാധാനമുണ്ട്, വികസനം എന്നൊരു വാക്കില്ല. വികസനത്തിന് നിങ്ങൾ എത്ര മാർക്ക് ഇടുന്നു എന്നുള്ളൊരു ചോദ്യം മനോരമയുടെ ആ സർവേയിൽ ഇല്ലതാൻ. ഏതായാലും താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ M. ജയചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീ M. ജയചന്ദ്രൻ, ഒരുപക്ഷെ റോണി കെ ബേബി തുടക്കത്തിൽ പറഞ്ഞ് താങ്കൾ കേട്ടിട്ടുണ്ടാകില്ല. അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ചോദ്യം, എന്ത് വികസനമാണ് LDF സർക്കാർ ഈ നാളിനകം നടത്തിയിട്ടുള്ളത്? പുരോഗമനപരമായ ചില കാഴ്ചപ്പാടുകളുമായി പുതുയുഗ യാത്രയുമായി VD സതീശൻ വരുന്നുണ്ട്, കേരളത്തെ മാറ്റിമറിക്കാൻ പോകുന്ന പുതുയുഗ യാത്രയുമായി. എങ്ങനെ കാണുന്നു ഈ പുതുയുഗ യാത്രയും ഈ LDF സർക്കാർ നടത്തുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ? അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കാർഷിക മേഖലയിൽ മുരടിപ്പാണ്, തൊഴിലില്ലായ്മ 42%. കേരളത്തിൻ്റെ നികുതി മൊത്തവും ലോട്ടറിയിലൂടെയും അതോടൊപ്പം തന്നെ മദ്യ വിൽപ്പനയിലൂടെയുമാണ്. അങ്ങനെ പറഞ്ഞു പോവുകയാണ്. പഴയ കാര്യങ്ങൾ തന്നെയാണ്. കനകയിൽ പുതിയതൊന്നും പഠിപ്പിച്ചില്ലെന്ന് തോന്നുന്നു ശ്രീ റോണി കെ ബേബിയെ. ചന്ദ്രൻ, സിജുയുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം, കേരളം എന്ന നമ്മുടെ സംസ്ഥാനം വളരുകയാണ് എന്നുള്ളത് ഓരോ ഘട്ടങ്ങളിലൂടെയും നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. അതിൻ്റെ അകത്ത് കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനത്തിൻ്റെ മികവ് അവർക്ക് പറയാം, അത് പറഞ്ഞോട്ടെ, അതൊന്നും നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ LDF ഗവൺമെൻറ് ഭരിക്കുമ്പോൾ യാതൊരു വികസനവുമില്ല എന്നാണ് പ്രൊഫസറുടെ വാദമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവിലേക്ക് 2 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്,
ക്ഷേമ പ്രവർത്തനം, 2 വികസന പ്രവർത്തനം. ക്ഷേമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പിന്നെ ക്ഷേമ പെൻഷനുകളാണ് അതിൽ വരിക. പ്രൊഫസർ റോണി കെ ബേബി, ഒരു മാസം, അതാണല്ലോ ശരിയായ കണക്ക് വരേണ്ടത്, 2016 മുതൽ 2026 ഈ സമയം വരെ, നമ്മൾ സംസാരിക്കുന്ന സമയം വരെ, ഇപ്പോൾ പെൻഷൻ്റെ തുക 2000 മാറി എന്നുള്ളത് ഞാൻ മാറ്റി വെക്കുന്നു, പിന്നെ 1600 തന്നെ അടിസ്ഥാന ഗണനയിൽ വെക്കുന്നു. ഒരു മാസം 900 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് 2016 മുതൽ. എന്ന് പറഞ്ഞാൽ ഒരു വർഷം 10,800 കോടി രൂപ ചെലവഴിക്കുകയാണ് ക്ഷേമ പെൻഷൻ മാത്രമായിട്ട്. ഈ ക്ഷേമ പെൻഷൻ എത്തുന്നത് എങ്ങോട്ടാണ്? താങ്കൾ പോലും സമ്മതിക്കുമല്ലോ, സാധാരണക്കാരുടെ കൈകളിലേക്കാണ് എത്തുന്നതെന്നുള്ളത്. പിന്നെ താഴ്ന്ന ഇടത്തരക്കാരോ അല്ലെങ്കിൽ മധ്യവർഗക്കാരോ അല്ലെങ്കിൽ ഉയർന്ന ഇടത്തരക്കാരോ ആയിട്ടുള്ള ആളുകളിലല്ലല്ലോ ക്ഷേമ പെൻഷൻ എത്തുക. അത് വളരെ സാധാരണക്കാരായ മനുഷ്യരിലെത്തുന്ന ആ പണം അവരാരും കൊണ്ടുപോയി ബാങ്കിലിട്ട് നിക്ഷേപം കൂട്ടാൻ പോകും എന്നും താങ്കൾ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഈ പണം എങ്ങോട്ടാണ് പോകുന്നത്? പണം ഇത്രയും കൊടുക്കുന്നു, ഒരു മാസം 10,900 കോടി വെച്ച് ഒരു വർഷം 10,800 കോടി രൂപ ഉണ്ട്. അപ്പോൾ ഈ 900 കോടി രൂപ സാധാരണഗതിയിൽ നിരന്തരമായി പോകുന്നത് 12 മാസവും അത് പോകുന്നത് ഈ പിന്നെ നമ്മുടെ മാർക്കറ്റിലേക്കാണ്, പൊതുവിപണിയിലേക്കാണ്. അത് സാധാരണ മീൻ വിൽപ്പനക്കാരനോ ചായക്കടക്കാരനോ പിന്നെ മരുന്ന് വാങ്ങാനോ ഒക്കെ ആയിട്ടാണ് ഈ പാവപ്പെട്ടവനത് വിതരണം ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. സർക്കാർ കൊടുക്കുന്ന പണം, ഈ 900 കോടി രൂപ ഓരോ മാസവും സമൂഹത്തിലേക്ക് തിരികെ വിതരണം ചെയ്യപ്പെടുകയാണെന്നുള്ളതാണ് അതിൻ്റെ വലിയ അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൻ്റെ സമ്പദ്ഘടന, കുറച്ചുകൂടി ഉയർത്തി പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥ തന്നെ ഒരു സ്തംഭനാവസ്ഥയിലാകാതിരുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ ഒരു വർഷം 10,800 കോടി രൂപയെന്ന് പറയുമ്പോൾ 10 വർഷം കൊണ്ട് 1,80,000 കോടി രൂപയാണ് കേരള സമൂഹത്തിൽ ഈ LDF സർക്കാർ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള 2 മന്ത്രിസഭാ കാലാവധിയിൽ ഇതുവരെ ചെലവഴിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഈ പണം മുഴുവനും സാധാരണക്കാരൻ തിരിച്ച് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ്റെ കയ്യിൽ കിട്ടുന്ന 1,600 രൂപ പിന്നെ ഒരു ചെറുകിട കച്ചവടക്കാരൻ്റെയിലും ഇടത്തരം കച്ചവടക്കാരൻ്റെയിലും ഒക്കെ അവരുടെ വിഹിതമായി എത്തുകയാണ് പല പല ആവശ്യങ്ങളുടെ പേരിൽ. അങ്ങനെ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഒരു കാലയളവുണ്ട് ഈ 10 വർഷം. അത് ഒരു ഭാഗത്ത്. അപ്പോൾ പല പണ്ഡിതന്മാർ അണിനിരന്നു ഇതിനെതിരെ. എന്തായിരുന്നു അവരുടെ വാദമെന്നറിയുമോ? ഇങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇത്രയധികം പണം ചെലവഴിക്കുന്നത് നമ്മുടെ സമ്പദ്ഘടനയെ ഗുരുതരമായി ബാധിക്കില്ലേ? അത് കേരളത്തിൻ്റെ പിന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിനെ പിറകോട്ടടിക്കില്ലേ എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഈ വമ്പന്മാരായ വിശകലന വിദഗ്ധന്മാർ രംഗത്തിറങ്ങിയത്. അതിനാണ് ഒന്നാന്തരം മറുപടി. കേരളത്തിലേക്ക് മാത്രമല്ല, ഇന്ത്യയിലാകെ പിന്നെ ബാധകമാക്കാവുന്ന വളരെ മികച്ച മാതൃകയുടെ മറുപടി കിഫ്ബി എന്ന ബദൽ സംവിധാനത്തിലൂടെ കേരള സർക്കാർ മുമ്പോട്ട് വെച്ചത്. ഈ കിഫ്ബിയിലൂടെ ഞാൻ ചോദിക്കട്ടെ, ഈ പിന്നെ മാറ്റി നിർത്തിക്കോളൂ താങ്കൾ LDF MLA-മാരുടെ മണ്ഡലങ്ങളെ. UDF-ലുള്ള MLA-മാർ എത്ര പേരുണ്ട് ഇപ്പോൾ? എത്ര പേരുണ്ട്? പിന്നെ 42 പേരില്ലേ ഇപ്പോൾ? ഈ 42 പേരിൽ ഒരു MLA-ക്കെങ്കിലും പരാതിയുണ്ടോ എൻ്റെ മണ്ഡലത്തിൽ കിഫ്ബി പ്രകാരമുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല, എനിക്ക് തന്നിട്ടില്ല? LDF MLA-മാരെ വിട്ടേക്കൂ, അത് നോക്കണ്ട. കിഫ്ബി വഴിയുള്ള വികസനം എൻ്റെ മണ്ഡലത്തിൽ നടന്നിട്ടില്ല എന്ന് പരാതിപ്പെടുന്ന ഒരു UDF MLA താങ്കൾക്കൊന്ന് ചൂണ്ടിക്കാണിക്കാമോ? ഒന്ന്. രണ്ടാമത്തേത്, 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഇപ്പോൾ ബഹുഭൂരിപക്ഷവും പിന്നെ UDF-ൻ്റെ കയ്യിലാണ്, നേരത്തെ LDF-ൻ്റെ പക്കലായിരുന്നു. ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾക്ക് കിഫ്ബി വഴിയുള്ള ഒരു വികസന പ്രവർത്തനവും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തോ പിന്നെ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ബ്ലോക്ക് പഞ്ചായത്തോ കേരളത്തിലുണ്ടോ? അപ്പോൾ ക്ഷേമവും വികസനവും എന്ന് പറഞ്ഞാൽ വെൽഫെയർ സ്റ്റേറ്റിൻ്റെ അടിസ്ഥാന ഘടകമാണല്ലോ ക്ഷേമവും വികസനവും. അപ്പോൾ എന്താണ് വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളത് വാചകമടിക്കുകയല്ല, അത് പ്രവൃത്തിയിൽ കാണിച്ചു തരികയാണ് കഴിഞ്ഞ 10 വർഷമായി കേരളം കാണുന്ന
അടിസ്ഥാനപരമായ മുന്നേറ്റം എന്ന് പറയുന്നത്. ആ മുന്നേറ്റത്തിൻ്റെ ഭാഗം പിന്നെ LDFകാർക്കും അല്ലെങ്കിൽ നിങ്ങൾ ആരോപിക്കാൻ എപ്പോഴും ശ്രമിക്കുന്നത് പോലെ CPMകാർക്കും CPIക്കാർക്കും ബാക്കിയുള്ള ഇടതുമുന്നണി ഘടകകക്ഷികൾക്കപ്പെട്ടവർക്കും മാത്രമല്ലെന്നേ, കോൺഗ്രസ്സുകാർക്കുണ്ട്, BJPക്കാർക്കുണ്ട്, SDPIക്കാർക്കും മറ്റേത് വിഭാഗത്തിൽപ്പെട്ടവർക്കും ഉണ്ട്. എല്ലാവരും മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വികസനത്തിൻ്റെ ആ സ്വാദ് അനുഭവിക്കാത്ത ഒരു കുടുംബങ്ങളും കേരളത്തിലെ 85 ലക്ഷം കുടുംബങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അടിസ്ഥാനപരമായ വസ്തുത, യാഥാർത്ഥ്യം, സത്യം. ഇതിനെ എത്ര നുണകൾ കൊണ്ടാണ് മൂടി വെക്കാൻ കഴിയുക? ഇതിന് താങ്കൾ പറഞ്ഞ കണക്കൊന്നും ബാധകമേ അല്ല. ഞാൻ പറഞ്ഞ ക്ഷേമം, ഞാൻ പറഞ്ഞ വികസനം, ഈ രണ്ട് കാര്യങ്ങൾക്ക് താങ്കൾ പറഞ്ഞ ഏതെങ്കിലും ഇനത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധമുണ്ടോ പ്രൊഫസർ റോണി കെ ബേബി? ഇല്ലല്ലോ. ഇത് മുമ്പ് ഇത് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഇതിനെ നിഷേധിച്ച് നിങ്ങൾക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? നിങ്ങൾ അതിനുമേൽ ഇത് ജനങ്ങൾ പിന്നെ ഓർമ്മിക്കരുത്, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാവരുത്, ഇത് മറക്കണം എന്നുള്ള ബോധപൂർവ ഉദ്ദേശത്തോടു കൂടിയാണ് നുണകളുടെ പെരുങ്കോട്ടകൾ കെട്ടിപ്പൊക്കാൻ നിങ്ങൾ എല്ലാ ദിവസവും തത്രപ്പെടുന്നത്, ആയാസപ്പെടുന്നത്. തന്നെ ആ നുണക്കോട്ടകളെല്ലാം പൊളിഞ്ഞടുങ്ങി താഴെ വീഴുകയാണല്ലോ. അതെ, തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ ഒരുപക്ഷെ റോണി കെ ബേബി ആ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്ത് വികസന പ്രവർത്തനമാണ് നടത്തിയെന്ന്. സ്വാഭാവികമായി ഈ ചോദ്യം വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ചില കണക്കെടുപ്പുകൾ നടത്തി. അതിൽ വായിച്ചു പോകാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ചർച്ചയുടെ ഒരു പകുതി സമയം വേണ്ടി വരും. ഒന്നൊന്നായി വളരെ പ്രധാനപ്പെട്ട ചില കണക്കുകൾ കൂടി പറയാം. ചില വികസന പദ്ധതികൾ: വിഴിഞ്ഞം പോർട്ട്, കൊച്ചി മെട്രോ 2ാം ഘട്ടം, കൊച്ചി വാട്ടർ മെട്രോ, കൊച്ചി കോർപ്പറേഷൻ ആസ്ഥാന മന്ദിരം, ബ്രഹ്മപുരം BPL പ്ലാന്റ്, കണ്ണൂർ വിമാനത്താവളം, ഗെയിൽ ഗ്യാസ് ലൈൻ പൈപ്പ് പദ്ധതി, ഇടമൺ വൈദ്യുത ഇടനാഴി, കുതിരാൻ തുരങ്കപാത, കേരള ബാങ്ക്, K-ഫോൺ, K-പേപ്പർ, താങ്കൾ നേരത്തെ പറഞ്ഞത്, AI ക്യാമറ, സ്മാർട്ട് സിറ്റി, കാസർഗോഡ് വ്യവസായ പാർക്ക്, ആലപ്പുഴ മെഗാ ഫുഡ് പാർക്ക്, ഇടുക്കി ITC പാർക്ക്, നെയ്യാർ എലിഫൻറ്റ് പാർക്ക്, ഡയാലിസിസ്, കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഗ്രാഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ, ഡിജിറ്റൽ സയൻസ് പാർക്ക്, റബ്ബർ പാർക്ക് വെള്ളൂർ, 62 ലക്ഷം പേർക്ക് 2000 രൂപ പെൻഷൻ, ലൈഫ് വീടുകൾ 4,76,000, 4 ലക്ഷം പേർക്ക് പട്ടയം, 64,006 പേർക്ക് 6 പേരെ അതിദരിദ്ര മുക്തരാക്കി, ചെല്ലാനം കടൽ ഭിത്തി, ആലപ്പുഴ പുലിമുട്ടുകൾ, ഇങ്ങനെ 150 പാലങ്ങൾ, 20 ലക്ഷം വാട്ടർ കണക്ഷൻ, 60 റെയിൽ പാലങ്ങൾ, 550 പുതിയ വിദ്യാലയങ്ങൾ, 55,000 സ്മാർട്ട് ക്ലാസ് റൂമുകൾ, 14 മെഡിക്കൽ കോളേജുകളുടെ നവീകരണം. പറഞ്ഞാലും തീരുന്നില്ല ശ്രീ റോണി കെ ബേബി. ഒരുപക്ഷെ താങ്കളുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ഈ സർക്കാർ എന്താണ് ചെയ്തത്? 10 വർഷം കൊണ്ട് 4.5 ലക്ഷം വീടുകൾ മാത്രമാണ് ഉണ്ടാക്കിയത്. കണക്കെടുത്തു, ഓരോ മിനിറ്റിലും ഉണ്ടാക്കിയ വീടുകൾ എന്നാണ് ആ കണക്കെടുപ്പിലൂടെ മനസ്സിലാക്കുകയും ചെയ്തത്. ഇത്രയും ഈ വിവരങ്ങൾ ഇങ്ങനെ ജനങ്ങൾക്ക് ആസ്വാദ്യകരമാകുന്ന, ഹൃദയത്തിൽ തൊട്ട് അറിയുന്ന വികസനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ M ജയചന്ദ്രനും PK ഗോപനും ചൂണ്ടിക്കാട്ടിയതുപോലെ എത്ര നുണക്കോട്ടകൾ കിട്ടിയാലും ജനങ്ങൾ ഇതൊക്കെ അറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്, അവർ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീ റോണി കെ ബേബി, ഞാൻ ആദ്യം പറഞ്ഞ ചില കണക്കുകളെ ഇവിടെ ഖണ്ഡിക്കുകയുണ്ടായി. ഇതിന്റെ സോഴ്സ് എവിടെയാണ്, ഇതിന്റെ ആധികാരികത എവിടെയാണ്? ഞാൻ ബഹുമാനപ്പെട്ട സിജുവിന്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട് അൺഎംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട കണക്ക്. അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ദ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ആണ്. ദ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായി നടത്തുന്ന സർവേയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഗ്രാജുവേറ്റ് അൺഎംപ്ലോയ്മെന്റ് 42% ആണെന്നുള്ള കണക്ക് വന്നിരിക്കുന്നത്. അതായത് KPCC ഓഫീസിൽ നിന്ന് റിസർച്ച് ചെയ്ത ഡേറ്റയല്ല, കൃത്യമായി തന്നെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഡേറ്റയാണ്. ഞാൻ ബഹുമാനപ്പെട്ട സിജുവിന്റെ വാട്സപ്പിലേക്ക് അത് അയച്ചിട്ടുണ്ട്. പിന്നീട് ഞാനിവിടെ പറഞ്ഞ കണക്കുകൾ ഞാൻ കൃത്യമായി തന്നെ പറയാം. 2025 ഏപ്രിൽ മാസം നിയമസഭയിലെ അക്കൗണ്ടന്റ് ജനറൽ വെച്ച കണക്കുകളാണ്, അതിന്റെ സ്റ്റേറ്റ്മെന്റുകളാണ്. എന്താണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ? ഇനി ഏറ്റവും പുതിയ കണക്കുകൾ ഇനി അടുത്ത ഈ സാമ്പത്തിക വർഷം കഴിയുമ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ നമ്മുടെ നിയമസഭയിൽ വയ്ക്കും. അപ്പൊ നമുക്കതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് നിയമസഭയിൽ സബ്മിറ്റ് ചെയ്ത 2025 വരെയുള്ള സാമ്പത്തിക വർഷത്തെ കണക്കുകളാണ്. ആ കണക്കുകൾ കൃത്യമായി ഓരോന്ന് ഞാൻ കൃത്യമായി തന്നെ എണ്ണി പറയാം. ഇപ്പൊ ഒരു നിസ്സാര ഒരു കാര്യം മാത്രം, വിഴിഞ്ഞത്തിന്റെ ഒരു കാര്യം മാത്രം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചോട്ടെ. 2015 വിഴിഞ്ഞം 1ാം ഘട്ട പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത്. ഇന്ന് പറഞ്ഞത് 2018 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പോൾ 1ാം ഘട്ടം എന്നാണ് കമ്മീഷൻ ചെയ്തത് 2025 മെയ് മാസം 2-ാം തീയതി. അതായത് പദ്ധതി ആരംഭിച്ച് 10 വർഷം കഴിഞ്ഞു. അവിടെ തന്നെ എന്ത് ചെയ്തു? 3 വർഷത്തിനകം കമ്മീഷൻ ചെയ്യുമായിരുന്ന 1ാം ഘട്ടം 7 വർഷം നമ്മൾ പിന്നിട്ടു.
7 വർഷമാണ് നമ്മുടെ വിലപ്പെട്ട സമയം നമുക്ക് അവിടെ നഷ്ടപ്പെട്ടത്. അതിലൂടെ കേരളത്തിന് നഷ്ടപ്പെട്ട നികുതി വരുമാനം 100 കണക്കിന് കോടി രൂപയാണ്. ഇപ്പോൾ നമ്മൾ ഈ വികസന രംഗത്തൊക്കെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന വിഴിഞ്ഞം പദ്ധതി, അതുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം നാവായിക്കുളം റോഡ് അതിന്റെ പണി ഇവിടെ വരെ പൂർത്തീകരിച്ചിട്ടുണ്ട്. റെയിൽവേ ലൈനിന്റെ പണി എവിടെ വരെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു വിഴിഞ്ഞം പോർട്ട് വന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തില് റെയിൽവേ ലൈൻ ആയിക്കോട്ടെ, റോഡുകളായിക്കോട്ടെ, ഹൈവേകളായിക്കോട്ടെ, കാരണം ഇതിൽ ട്രാൻസ്പോർട്ടേഷൻ വളരെ പ്രധാനപ്പെട്ടതാ. വിഴിഞ്ഞത്ത് വന്നിറങ്ങുന്ന കണ്ടെയ്നറുകൾ ട്രാൻസ്പോർട്ടേഷൻ വളരെ പ്രധാനപ്പെട്ടതാ. നമുക്ക് അവിടെ എന്ത് നേട്ടം ഉണ്ടാക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ നികുതിയേതര വരുമാനത്തിന്റെ കണക്ക് പറയുമ്പോൾ നമ്മൾ ഓരോ വർഷം പുറകോട്ടാണ്. ഞാൻ കണക്കുകൾ പറയാം. GST വളർച്ച 6.8% നിന്നും വെറും 7.61%, വെറും 1% വളർച്ചയാണ്. ഇനി ലാൻഡ് ടാക്സ് ഞാൻ കൃത്യമായ കണക്ക് പറയാം. ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, 2022-23 ഭൂനികുതിയായി നമുക്ക് കിട്ടിയത് 720 കോടി. 2024-25 ആയപ്പോൾ എന്ത് ചെയ്തു? 608 കോടിയായി. നമുക്ക് 100-110 കോടി രൂപ കുറഞ്ഞു. പക്ഷേ ഊർജിതമായി നികുതി പിരിച്ചെടുക്കുന്നതിന് പകരം എന്ത് ചെയ്തറിയോ? നമ്മുടെ തലയിലേക്ക് അഡീഷണൽ ആയിട്ട് ടാക്സ് അടിച്ചേൽപ്പിച്ചു. അങ്ങനെയാണ് ഒരു സർക്കാർ സാമ്പത്തിക മാനേജ്മെന്റ് ചെയ്യേണ്ടത്. സർക്കാരിന്റെ കെടുകാര്യസ്ഥത വീഴ്ച, ഭൂനികുതി പിരിച്ചെടുക്കുന്നതിൽ പാളിച്ചതപ്പം എന്ത് ചെയ്തറിയോ? അത് വീണ്ടും അഡീഷണൽ നമുക്കറിയാം എത്ര ഇരട്ടിയാണ്. പിന്നെ കഴിഞ്ഞ വർഷം നമുക്കറിയാം ഈ ബിൽഡിംഗ് പെർമിറ്റ് ടാക്സ് ഒക്കെ ഉൾപ്പെടെ ഇവിടെ കൂട്ടിയത്. അത് ഒരു കണക്ക്. ഇനി പറയാം എക്സൈസ് ഡ്യൂട്ടി 72 കോടി രൂപയുടെ കുറവാണ് വന്നത്. നമ്മൾ കാര്യം മനസ്സിലാക്കണം. 2016 ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങി പോകുമ്പോൾ വെറും 26 ബാറുകളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ഇന്ന് 1200 മുകളിൽ ബാറുകളുടെയും ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെയും എണ്ണം കൂടിയപ്പോൾ നമുക്ക് അവിടെ നിന്നുണ്ടായിരുന്ന എക്സൈസ് ഡ്യൂട്ടി 72 കോടിയാണ് നമുക്ക് കുറഞ്ഞത്. നികുതി ഇവിടെ പറഞ്ഞു, നികുതിയേതര വരുമാനത്തിൽ വലിയ കുതിച്ചുകയറ്റം ഉണ്ടായി. എന്റെ കൃത്യമായ കണക്കുണ്ട്. 245 കോടി രൂപയുടെ വർധനവ് മാത്രമാണ് ഉണ്ടായത്. അതുപോലും കൃത്യമായി ഞാൻ ചലഞ്ച് ചെയ്യാം. അല്ലാതെ ഇത് പഴയ താങ്കളുടെ കണക്കുകൾ, ഈ ടൈംസ് നേഷന്റെ വാർത്ത താങ്കൾ അയച്ച കണക്കുകൾ അത് പരിശോധിക്കണം. ഒരു കാര്യം കൂടി, താങ്കൾ ഈ വിഴിഞ്ഞത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അല്ല, താങ്കൾ വിഴിഞ്ഞത്തെ കുറിച്ച് പറഞ്ഞല്ലോ. വിഴിഞ്ഞത്ത് റോഡ് ഉണ്ടാക്കിയില്ല, അത് ഇതിൽ ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറയും. ഈ വിഴിഞ്ഞം പദ്ധതി വൈകിപ്പിച്ചത് ആരാണ്? അദാനിക്ക് അനുകൂലമായ കരാർ എഴുതി വെച്ചത് ആരാണെന്നൊക്കെ നമുക്കറിയാം. പിന്നെ താങ്കൾ പറഞ്ഞ ഒരു 2ാം ഘട്ട പദ്ധതി 28-ൽ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് അതിനും വളരെ നേരത്തെ പൂർത്തീകരിക്കുകയാണ് വിഴിഞ്ഞ പദ്ധതി. റിംഗ് റോഡ്, അതിന്റെ റെയിൽ കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ വളരെ കൃത്യമായി തന്നെ കേരളത്തിലെ ജനങ്ങൾ അറിയുന്നുണ്ട്. ശ്രീ റോണി കെ ബേബി, വിഴിഞ്ഞം പദ്ധതിയിൽ എന്താണ് നടന്നത്? കണ്ണൂർ വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ എന്താണ് നടന്നത്? ദേശീയപാത വികസനത്തിന്റെ കാര്യത്തിൽ എന്താണ് നടന്നത്? ഗെയിൽ പൈപ്പ് ലൈനിന്റെ കാര്യത്തിൽ എന്താണ് നടന്നത്? കൃത്യമായി ആർക്കും മറവിയൊന്നും ഇല്ല. ശ്രീ റോണി കെ ബേബി, ഞാൻ ഒറ്റ കാര്യം മാത്രമേ എന്നോട് ചൂണ്ടിക്കാണിച്ചോട്ടെ. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ജയേന്ദ്രൻ മാഷ് അദ്ദേഹം പറഞ്ഞു ക്ഷേമ പെൻഷനുകളൊക്കെ ഒരുപാട് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നത് സംസ്ഥാനത്തിന്റെ തനത് സാമ്പത്തിക വരുമാനം ഞാൻ ഇവിടെ കൃത്യമായി ചൂണ്ടിക്കാണിക്കാം. ഈ ബജറ്റ് 2026-ൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ ആദ്യമായി കേരളത്തിന്റെ 24% വരവും ചെലവും നമ്മൾ അന്തരം നമ്മൾ ഗ്യാപ്പ് കൂടുക. ആ 24% എന്ന് പറയുന്നത് പുതുതായി 50,000 കോടി രൂപ നമുക്ക് കടമെടുക്കണം. 2 ലക്ഷം കോടി രൂപയുടെ ചെലവും 1.5 ലക്ഷം കോടി, ആദ്യമായിട്ട് നമ്മുടെ ബജറ്റ് 2 ലക്ഷം കോടിയിലേക്ക് എത്തി. 2 ലക്ഷം കോടി രൂപയുടെ ചെലവും 1.5 ലക്ഷം കോടി രൂപയുടെ വരവുമുള്ള സംസ്ഥാന ബജറ്റിന്റെ 25% നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് ഡെപ്റ്റിലൂടെയാണ്. അതാണ് ഒരു സർക്കാർ അവകാശപ്പെടുന്നത്. നാട് നീളമാണ് ഇവിടെ വലിയ കാര്യം. എനിക്ക് തോന്നുന്നത് ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റില് ഈ നമ്മുടെ കടമെടുപ്പ് പരിധി കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. GDP-യുടെ 36% മാത്രമാണ്. കേന്ദ്ര സർക്കാർ 56% എടുക്കുന്നത്. നമ്മൾ ഓരോ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങൾ ഓരോ വർഷം കടം കുറച്ചുകൊണ്ട് വരികയാണ്. ശ്രീ പി കെ ഗോപൻ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾ, കടം കൂടുന്നു, 72 കോടി മാത്രമാണ് വരുമാനം, നികുതി വരുമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്, വലിയ കണക്കുകൾ അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പാണ് ശ്രീ ജയചന്ദ്രൻ അവതരിപ്പിച്ചത്. വലിയ വിസ്മയമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 10 വർഷം കൊണ്ട് 1 ലക്ഷം കോടിയാണ് ക്ഷേമ പെൻഷനായി ആ സാധാരണക്കാരെ ജനങ്ങളുടെ കയ്യിലെത്തിയിരിക്കുന്നത്. അത് മാത്രമാണ്, ഒരു കണക്ക് മാത്രമാണ്. 1,10,10 കോടിയുടെ കിഫ്ബിയിലുള്ള വികസനങ്ങൾ ഇതെല്ലാം നടത്തുമ്പോഴും ഇങ്ങനെ കുറെ തട്ടിക്കൂട്ട് കണക്കുകളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ. അദ്ദേഹത്തിന്റെ കണക്കുകള്, അദ്ദേഹത്തെ പോലൊരു ആൾ ഇങ്ങനെ ഒരു കണക്ക് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് വിസ്മയം തോന്നുക. ഇത് എന്തൊക്കെ കണക്കുകൾ അദ്ദേഹം പറയുന്നേ. ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞ കണക്കിനെ ഞാൻ സമ്മതിച്ചുകൊണ്ട് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. കേരളത്തിലെ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ 42%. ഞാനത് സമ്മതിച്ചാൽ അതിൽ തൊഴിൽ കിട്ടിയവരുടെ എണ്ണം എത്ര? 100 അഭ്യസ്തര വിദ്യരെ എടുത്താൽ 58 പേർക്ക് തൊഴിലുണ്ടെന്നാ. അങ്ങയോട് ഞാൻ സ്നേഹപുരസരം പറയുക, ഇന്ത്യ രാജ്യത്ത് 100 അഭ്യസ്ത വിദ്യരിൽ 58 പേർക്ക് തൊഴിലുള്ള ഒരു സ്റ്റേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങ് തന്നെ പറഞ്ഞ കണക്കാണല്ലോ.
അഭ്യസ്ത വിദ്യരുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ 58% തൊഴിൽ കേരളത്തിൽ ലഭ്യമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം ഈ PSC നിയമനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നു എന്നുള്ളതാണ്. IT മേഖലയിൽ കേരളത്തിൽ വലിയ തൊഴിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇനിയാണ് അങ്ങയുടെ നേതാവ് ശശി തരൂർ സാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. തുടക്കത്തിൽ ഇന്ത്യയിൽ 28ാം സ്ഥാനത്ത് നിന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം പിന്നീട് 16-ലെത്തുന്നു, ഇപ്പൊ 1ാം സ്ഥാനത്തെത്തുന്നു. അത് അത്ഭുതമാണെന്നാണ് അങ്ങനെ പറഞ്ഞത്. അത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന്റെ ലക്ഷണമാണ്. ഇപ്പൊ തൊഴിലില്ലായ്മ ഇനി കേരളത്തിൽ നിന്ന് പ്രവാസികൾ കേരളത്തിൽ എത്ര പേര് വന്നിട്ടുണ്ട് സാർ? 30 ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ പണിയെടുക്കുന്നുണ്ട്. കേരളത്തിലെ പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോലും അടിത്തറയിട്ടത് കേരളത്തിലെ വിദ്യാഭ്യാസവും കേരളത്തിലെ വിദേശത്തേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കലുമാണ്. അതിപ്പോ തുടങ്ങിയതല്ല. കേരളം രൂപീകൃതമാകുന്നതിന് മുമ്പേ ഈ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങൾ മുതൽ കേരളത്തിലുള്ള ആളുകൾ പ്രവാസികളായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് SK പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥയും SK പൊറ്റക്കാടിന്റെ യാത്രകളിലെല്ലാം മലയാളികളെ കണ്ടുമുട്ടുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ധാരാളമായി. ഒരു സമയത്ത് ശ്രീലങ്കയിൽ പോയി, ഒരു സമയത്ത് ആസാമിലെ ആസാം പണിക്കാർ എന്ന കവിതയൊക്കെ എങ്ങനെയാ വരുന്നത്. ഒരു സമയത്ത് ആസാമിൽ പോയി, മറ്റ് സ്റ്റേറ്റുകളിൽ ബോംബെയിൽ പോയി. കേരളത്തിലെ അന്നത്തെ ഒരു വലിയ യാത്രയായിരുന്നു ബോംബെയിലേക്ക്. അങ്ങനെ പണ്ട് മുതലേ പ്രവാസികളായിട്ട് പോകുന്നവരാ. ഇപ്പോഴും വലിയൊരു പങ്ക് ആളുകൾ കേരളത്തിന്റെ പുറത്ത് ഗൾഫ് രാഷ്ട്രങ്ങളിലും അമേരിക്കയിലും പണിയെടുക്കുന്നുണ്ട്. അതൊരു കുഴപ്പമല്ല. അങ്ങനെ പോയി പണിയെടുക്കുന്ന സമ്പത്ത് കേരളത്തിലേക്ക് വരികയാണ്. അത് കേരളത്തിൽ പരമാവധി യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേരളത്തിൽ നിലനിർത്തുന്നതിനുള്ള പരിശ്രമവും നമ്മൾ നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് IT വ്യവസായത്തിൽ വർക്ക് നിയർ ഹോം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് അങ്ങ് വിഴിഞ്ഞത്തെ കുറിച്ചാണ് പറഞ്ഞത്. വിഴിഞ്ഞം പദ്ധതിക്കെതിരായിട്ട് അവിടെ നടന്ന പ്രാദേശിക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വിഴിഞ്ഞം പൂർത്തിയാക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ പേരുകൂടിയാണ് പ്രതിപക്ഷം. രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കൂടിയാണ് കോൺഗ്രസ്. 2040 പൂർത്തീകരിക്കേണ്ടുന്ന വിഴിഞ്ഞം പദ്ധതിയാണ് ഇപ്പൊ അതിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഉദ്ഘാടനം നടക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സീപോർട്ട് എന്ന തരത്തിൽ ലക്ഷക്കണക്കിന് സംവിധാനങ്ങൾ നമ്മുടെ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനമായിട്ട് വികസിച്ചു എന്ന് ഇന്നും നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രി പറയുകയാണ്. വിഴിഞ്ഞം പദ്ധതിയെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതിന്റെ ലിങ്ക് റോഡുകളും മറ്റുമായി ബന്ധപ്പെട്ടതിന് കിഫ്ബി ഫണ്ട് വകയിരുത്തി അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നിങ്ങൾ ഇവിടെ പറയാൻ മടിക്കുന്ന ഒരു കാര്യം, നാഷണൽ ഹൈവേ അതോറിറ്റി കേരളത്തിൽ നിന്ന് പൂട്ടിവിട്ട കാര്യം അങ്ങേക്ക് അറിയാവോ? ഉമ്മൻചാണ്ടി സർക്കാർ തലയിൽ കൈവച്ച് ഒഴിഞ്ഞു പോയ കാര്യം അങ്ങേക്ക് അറിയാവോ? ആ 600 കിലോമീറ്ററിലെ ശരാശരി 70%-80%-ത്തിനടുത്ത് വർക്ക് പൂർത്തിയായി. നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്താ? അതിന്റെ സൈഡിലാണ് ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ വരുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 600 കിലോമീറ്റർ നീളത്തിൽ അതിന്റെ സൈഡിലാണ് ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ വരുന്നത്. ഇനി നികുതിയുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ കേന്ദ്ര സർക്കാർ GSTയുടെ വിഹിതം കേരളത്തിന് തരാതിരിക്കുകയും നേരത്തെ ശ്രീ സിജു ചൂണ്ടിക്കാണിച്ചതുപോലെ 37% നമുക്ക് 57-60% അവരിലേക്ക് എത്തുകയാണ്. അങ്ങനെ നികുതി വിഹിതവും നികുതി നഷ്ടപരിഹാരവും GST നഷ്ടപരിഹാരവും തരാതിരുന്നിട്ടാണ് കേരളത്തിലെ ടാക്സ് റേഷ്യോ വർദ്ധിപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ഭൂനികുതിയിലായാലും മറ്റു നികുതിയിലായാലും, നിങ്ങൾ ഈ മദ്യത്തെക്കുറിച്ച് പറയുന്ന നികുതിയിലായാലും നിങ്ങൾ പറഞ്ഞ 26 ബാറേ ഉള്ളൂ ഉമ്മൻചാണ്ടി. അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കലഹത്തിന്റെ ഭാഗമായി ബാറിന്റെ കാര്യത്തിൽ ഇടയ്ക്ക് വെച്ച് നിർത്തി. അത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 26 ബാർ മാത്രം മതി എന്ന് അടൂർ പ്രകാശിനെ കൊണ്ടത് പറയിപ്പിക്കാവോ? ഞാൻ അങ്ങയോട് സ്നേഹപുരസരം ചോദിക്കുകയാണ്, കേരളത്തിലെ UDF കൺവീനറെ കൊണ്ട് കേരളത്തിലെ ബാർ കൂട്ടാനെന്ന് പറയിപ്പിക്കാവോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് ബാറുണ്ടോ? കേരളത്തിൽ ഏറ്റവും നല്ലപോലെ ബാറ് കച്ചവടം നടത്തി കൊഴുത്ത് പെനഞ്ഞ് തടിച്ചിരിക്കുന്ന ആളിന്റെ പേര് അടൂർ പ്രകാശ് എന്നാ. ബാറ് മുതലാളിയായിട്ടുള്ള UDF കൺവീനർമാരെ വെച്ചോണ്ടാണ് ഈ പറയുന്നത്. UDFന്റെ ഒരു ബാറ് മുതലാളിയാവുന്ന കുഴപ്പമെന്നല്ല ഞാൻ പറയുന്നേ. പക്ഷെ ബാറ് മുതലാളിയായ നിരവധി ബാറുകൾ സ്വന്തമായിട്ടുള്ള ഒരാളിനെ UDFന്റെ കൺവീനറാക്കി വെച്ചുകൊണ്ടാണോ നിങ്ങൾ ഇതിനെതിരായിട്ട് പറയുന്നത്? കേരളത്തിൽ ബാറ് എന്നുള്ളത് ലോകത്തിലാകെ ഉണ്ട്. അതിൽ അപൂർവം ചില സ്റ്റേറ്റുകളിലേ ഉള്ളൂ ബാറില്ലാത്തത് അല്ലെങ്കിൽ മദ്യം ഇല്ലാത്തത്. അവിടെ വൻതോതിൽ അനധികൃതമായ മദ്യവ്യാപാരമുണ്ട്. അപ്പൊ കേരളത്തിൽ അത് നിയന്ത്രിതമായി അത്തരം ഒരു കാര്യങ്ങൾ നടക്കുന്നതാണ് കേരളത്തിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ UDFന്റെ കൺവീനർ അതിനെക്കുറിച്ച് ഒരു സംവാദത്തിന് വരണം. എന്നിട്ട് അദ്ദേഹം ഈ ബാറിന്റെ വരുമാനം എത്രയാണ് കേരളത്തിൽ വരുമാനം, മദ്യത്തിന്റെ വരുമാനം എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു കാടടച്ച് വെടിവെച്ച് വർത്തമാനം പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ നികുതി വരുമാനം വർദ്ധിപ്പിച്ചത് കൊണ്ടാണ്. ഇനി കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെ വരുമാനം കടമായിട്ട് മാറുകയല്ല. അത് കിഫ്ബിയിൽ നമ്മൾ എടുക്കുന്ന പൈസ അങ്ങ് മനസ്സിലാക്കേണ്ടത്, അങ്ങോ ഞാനോ ഒരു വാഹനം വാങ്ങിച്ചാൽ എത്ര രൂപ
ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. അത് ഓൺ ടൈം ടാക്സ് ആണല്ലോ. ആ ടാക്സിന്റെ 50% കിഫ്ബിയുടെ തിരിച്ചടവായിട്ട് മാറുകയാണ്. ഒരു പൈസ കടമില്ല നമുക്ക് അതുമായി ബന്ധപ്പെട്ട്. എല്ലാ മാസവും അതിന്റെ തിരിച്ചടവ് നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഈ റോഡ് നന്നാക്കി ഇടുമ്പോൾ അതിൽ കൂടെ വാഹനങ്ങൾ ഓടാനാണ്. നല്ല റോഡ് ഉണ്ടാക്കി കൊടുത്താൽ വാഹനങ്ങൾ ഓടും. ആ വാഹനങ്ങളുടെ പൈസയാണ് കിഫ്ബിയുടെ തിരിച്ചടവായിട്ട് പോകുന്നത്. അതുകൊണ്ട് 1 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനം കേരളത്തിലെ ഈ സ്കൂളുകൾ ജീവിതകാലത്ത് ഉണ്ടാകുമായിരുന്നോ? കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കുവോ? നമ്മുടെ നികുതി പോർഷൻ കൊണ്ട്, വരുമാനം കൊണ്ട് ഈ സ്കൂൾ മെച്ചപ്പെടുത്താൻ പോവുമോ? പറ്റുമോ? അങ്ങയുടെ ഭരണകാലത്ത് അടച്ചുപൂട്ടി എത്ര സ്കൂളുകളാണ്? ഈ സ്കൂൾ എന്താ? ഞാൻ ഒരു വാചകം പറയാം. സർക്കാർ ആശുപത്രിയിൽ ജനിച്ച്, സർക്കാർ സ്കൂളിൽ പഠിച്ച്, സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിയെടുത്ത് കേരളത്തിലുള്ള ആളുകൾ ഇനി ജീവിക്കാൻ നോക്കേണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി. സർക്കാർ ആശുപത്രിയിൽ ജനിപ്പ് നടക്കില്ല, സർക്കാർ സ്കൂളിൽ പഠിക്കൽ നടക്കില്ല, സർക്കാർ സ്ഥാപനത്തിൽ ജോലി നടക്കില്ല. അത് തിരിച്ചു കൊണ്ടുവന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം വിദ്യാർത്ഥികളെ സർക്കാർ സ്കൂളിൽ തന്നെ പഠിപ്പിച്ച് പരമാവധി ആളുകൾക്ക് സർക്കാർ ജോലി നൽകി. അതിനേക്കാൾ ഉപരി സർക്കാർ ആശുപത്രിയിൽ പരമാവധി ആളുകൾക്ക് ജനിക്കാനും അവിടെ ചികിത്സ തേടാനുള്ള സൗകര്യം കൊടുത്ത്, സർ, ഈ ഗവൺമെന്റ് ഇറങ്ങി പോകുമ്പോഴേ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി 1200 കോടി രൂപ മുടക്കി അവയവമാറ്റത്തിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി നിർമ്മിക്കാനുള്ള പണവും വകയിരുത്തി പ്ലാനും ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്തിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരാളിന്റെ പേരാ പിണറായി വിജയൻ. അവയവമാറ്റ ശസ്ത്രക്രിയക്ക് ഈ ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും സ്റ്റേറ്റിന് കഴിഞ്ഞോ? ഇനി ക്യാൻസർ സെന്റർ, 3 ക്യാൻസർ സെന്റർ, ഒന്ന് RCC, മറ്റൊന്ന് മലബാർ ക്യാൻസർ സെന്റർ. നമ്മുടെ മധ്യ കേരളത്തിൽ എറണാകുളത്ത് ഒരു ക്യാൻസർ സെന്ററിന്റെ ഉദ്ഘാടനം, പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു, അദ്ദേഹം നടത്തി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഈ കേരളത്തിൽ വികസനമില്ലെന്ന് പറയാൻ, മലയാള മനോരമയെ കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു, നിരന്തരമായി വികസന സെമിനാറാ മലയാള മനോരമ. വിദേശത്തു നിന്ന് വരെ ആളെ കൊണ്ടുവരും. അവിടുത്തെ റോഡ് കണ്ടോ, അവിടുത്തെ പാലങ്ങൾ കണ്ടോ, അവിടുത്തെ ഈ ബുള്ളറ്റ് ട്രെയിൻ കണ്ടോ, ഇതെല്ലാം പറഞ്ഞ് നമ്മളെ ആവേശം കൊള്ളിക്കും. ഇടതുപക്ഷം വന്നാൽ അത് നടത്താൻ അവർ സമ്മതിക്കില്ല. ഇടതുപക്ഷത്തിന്റെ ആ നേട്ടം അവർ ഉൾക്കൊള്ളുന്നില്ല. കേരളത്തിൽ വന്ന ഈ അതിവേഗതയിലുള്ള മാറ്റം, ആ മാറ്റത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർ ആ വികസനത്തെ എല്ലാം മോശമായിട്ട് ചിത്രീകരിക്കും. അതുകൊണ്ട് മലയാള മനോരമ അങ്ങ് മനസ്സിലാക്കേണ്ടത് എത്ര കോപ്പി കുറഞ്ഞു, അങ്ങ് മനസ്സിലാക്കേണ്ടത് എത്ര പേജ് കുറഞ്ഞു, എത്ര വ്യൂവേഴ്സ് കുറയുന്നു. ഈ നുണപ്രചരണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയും ലോകത്തെവിടെയെങ്കിലും, ലോകരാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു സർക്കാർ മാധ്യമങ്ങളിൽ ഇത്ര കൂടുതൽ ശത്രുത നേരിടുന്നുണ്ടോ? രാവിലെ വീടിന്റെ മുമ്പിൽ ബെല്ലടിച്ച് ചെന്ന് വീഴുന്ന ഒരു പത്രം, 2 പ്രധാനപ്പെട്ട പത്രങ്ങൾ, പിന്നെ ചില വർഗീയ പത്രങ്ങൾ, BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ വരെ ചാനലുകൾ, മറ്റ് മൂലധന ശക്തികളുടെ ചാനലുകൾ, ഇതെല്ലാം കൂടി 24 മണിക്കൂർ കേരളത്തിലെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ താറടിച്ച് കാണിക്കാനും സർക്കാരിനെതിരായ വാർത്തകൾക്ക് വലിയ മുൻതൂക്കം കൊടുക്കാനും ഞാൻ അങ്ങേറ്റം സ്വാഗതം ചെയ്യുന്നു. സർക്കാർ തിരുത്തേണ്ട കാര്യങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ തിരുത്തേണ്ട കാര്യങ്ങൾ സത്യസന്ധമായി മാധ്യമങ്ങൾ പറഞ്ഞാൽ അതിനെ ശരിയാണ് ശ്രീ പി കെ ഗോപൻ. ഒരുപക്ഷെ താങ്കൾ അവതരിപ്പിച്ച വിഷയം, ഒരു റോണി കെ ബേബി തുടക്കത്തിൽ പറഞ്ഞതുപോലെ വികസനവുമായി ബന്ധപ്പെട്ട് വികസനം എങ്ങനെയാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ടത്, അനുഭവത്തിലൂടെ തിരിച്ചറിയണം. ഇവിടെ പി കെ ഗോപൻ അടക്കം M ജയചന്ദ്രൻ അടക്കം ചൂണ്ടിക്കാട്ടിയത് അനുഭവത്തിലൂടെ തിരിച്ചറിയുന്നതിൻ്റെ കണക്കുകളാണ്. ഒരുപക്ഷെ അദ്ദേഹം വളരെ സമർത്ഥമായി തന്നെ അവതരിപ്പിച്ചൊരു മറ്റൊരു വിഷയമുണ്ട്. പി കെ ഗോപൻ പറഞ്ഞത് കേരളത്തിൽ വിലയിടിയുന്ന മലയാള മനോരമയെ പോലെ തന്നെയാണ് പ്രതിപക്ഷം എന്നുള്ളതാണ്. നിങ്ങളിനി ഏതൊക്കെ നുണക്കോട്ട കിട്ടിയാലും വില ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു തന്നെയാണ് പി കെ ഗോപൻ പറഞ്ഞത്. ശ്രീ റോണി കെ ബേബി. ഒരിക്കലും അല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുമ്പിൽ കണക്കുകൾ വളരെ വ്യക്തമാണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ മലയാള മനോരമ പത്രം വായിക്കേണ്ട അവസ്ഥയൊന്നും കേരളത്തിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്കില്ല. ഇന്ന് മുഴുവൻ വിവരങ്ങളും, സർക്കാരിന്റെ മുഴുവൻ വിവരങ്ങളും വിവരാവകാശ നിയമപ്രകാരം ഇന്ന് നമ്മുടെ കൈത്തുമ്പിലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഗവൺമെന്റിന്റെ ഏത് വിവരവും ഏത് ഡേറ്റയും നമുക്ക് എടുക്കാം. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട ശ്രീ ഗോപൻ അദ്ദേഹം പറയുണ്ടായി, PSC നിയമനങ്ങളുടെ കണക്കുകൾ ഏക്കാലും 58 ആളുകൾക്ക് തൊഴിലുള്ളപ്പോൾ 42 ആളുകൾക്ക് തൊഴിലില്ല എന്ന് അദ്ദേഹം സമ്മതിച്ചല്ലോ. ഞാൻ അതിനെ സ്വാഗതം ചെയ്തു. അപ്പോൾ 42 ആളുകൾ തൊഴിലില്ലാതെ കേരളത്തിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട് എന്ന കണക്ക്, അതിനെ അത്ര ഒരു ചെറിയ കണക്കായി നമ്മൾ കാണേണ്ടതില്ല. കാരണം പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 30 ലക്ഷത്തോളം പിന്നെ ബംഗാളിൽ നിന്നുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായ ഒരു സംശയം, എന്റെ മനസ്സിലുണ്ടായ ഒരു സംശയം, നമ്മുടെ കേരളത്തിൽ ഇത്രമാത്രം വിദ്യാസമ്പന്നരായ ആളുകൾ, ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ നിൽക്കുന്ന ആളുകൾ, അവര് ഈ അതിഥി തൊഴിലാളികൾ എടുക്കുന്ന ജോലി അവർ ചെയ്യണമെന്നാണോ അങ്ങ് ഉദ്ദേശിച്ചത് എന്നെനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നിപ്പോയ ഒരു ചോദ്യമാണ്.
പിന്നെ അദ്ദേഹം ഇവിടെ PSC നിയമനങ്ങളുടെ ഒരു കണക്ക് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ കഴിഞ്ഞ വർഷം 54,000 നിയമനങ്ങൾ നടത്തി എന്നാണ് അദ്ദേഹത്തിന്റെ കണക്ക് പറഞ്ഞത്. കേരള സർക്കാരിന്റെ തന്നെ ഡേറ്റ, മുഖ്യമന്ത്രി തന്നെ കേരള നിയമസഭയിൽ പറഞ്ഞത് 2025 നടത്തിയ നിയമനങ്ങൾ 36,813. കഴിഞ്ഞ 10 വർഷം കൊണ്ട് LDF സർക്കാർ, അതായത് 2016 മെയ് മാസം മുതൽ 2025 ഒക്ടോബർ 31 വരെ കേരള സംസ്ഥാനത്ത് നടത്തിയ PSC നിയമനങ്ങളുടെ എണ്ണം 3,02,202. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ CPM നടത്തിയ പിൻവാതിൽ നിയമനങ്ങളുടെ കണക്ക് പുറത്തുണ്ട്. നിങ്ങൾക്ക് തയ്യാറുണ്ടോ? 1,90,000 പിൻവാതിൽ നിയമനങ്ങൾ. ഇവിടെ PSC റാങ്ക് ലിസ്റ്റുകളെ ചമപ്പറമായി മാറ്റിക്കൊണ്ട് എത്രയോ കഷ്ടപ്പെട്ട് PSC പരീക്ഷ എഴുതിയ റാങ്ക് ലിസ്റ്റിൽ അല്ല ശ്രീ റോണിക്ക് ബേബി, താങ്കൾ ഞാൻ നടപടികളാണ് ഈ കണക്ക് പുറത്തുകൊണ്ട് അല്ല, ഈ ചോദ്യങ്ങൾ ചോദിക്കാനാണ് പ്രതിപക്ഷം. ഈ 10 വർഷം കൊണ്ട് പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? ആ ഒരു ചോദ്യം ഉണ്ടല്ലോ. ഇത് ഞങ്ങൾ പുറത്തു കൊടുത്ത കണക്കുകളാണ്, ഞങ്ങൾ കൊടുത്ത കണക്കുകളാണ്. 1,90,000. അതാണോ നിങ്ങൾ പറ, ആത്മാഭിമാനത്തോട് നിങ്ങൾ പറ, കേരളത്തിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ നിങ്ങൾ ചതിക്കുകയായിരുന്നോ എന്ന് നിങ്ങൾ പറ. അല്ല, അതായത് ശ്രീ റോണിക്ക് ബേബി, അദ്ദേഹം എനിക്ക് തോന്നുന്നത് അല്ല പി കെ ഗോപൻ അത് അദ്ദേഹം തന്നെ വിശദീകരിക്കും. പി കെ ഗോപൻ പറഞ്ഞ ഈ 58, 42 കണക്കുണ്ടല്ലോ, താങ്കൾ പറഞ്ഞ കണക്ക് വെച്ചാണ് പറഞ്ഞത്. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കെടുത്താൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് 90% വരെയാണ്, 95 വരെയാണ്. അവിടെയാണ് താങ്കൾ അവതരിപ്പിച്ച കണക്ക് വെച്ച് അദ്ദേഹം കണ്ടിച്ചത് 58 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ടല്ലോ. അത് വലിയ കാര്യം തന്നെയാണ് പറഞ്ഞത്. കണക്കിൽ താങ്കളുടെ കണക്കാണ്. എവിടുന്നാണ് ഈ ടൈം സ്റ്റേഷനിൽ കണക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. അതായത് പരിശോധിക്കപ്പെടുന്നതാണ്. അങ്ങ് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യാമോ? അല്ല, അത് കണ്ടു ആ കണക്കുകൾ അത് വെച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞത്. 58 എന്ന് പറയുന്നത് മോശം കണക്കാണെന്ന് എനിക്കും തോന്നുന്നില്ല. ശ്രീ എം ജയചന്ദ്രൻ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ താങ്കൾ കേട്ടിട്ടുണ്ടാകണമല്ലോ. അദ്ദേഹം പറയുന്നത് എന്താണ് നടക്കുന്നത്? 3 ലക്ഷം നിയമനങ്ങൾ നടത്തിയത്, അതിനേക്കാൾ വലിയ പിൻവാതിനങ്ങൾ നിയമനങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നതാണ് കോൺഗ്രസ് റോണി കെ ബേബി ചോദിക്കുന്നത്. അദ്ദേഹം ഈ കാര്യങ്ങൾ അറിയാത്ത ആളല്ല, നമുക്ക് എല്ലാം ബോധ്യമുണ്ട്. ചർച്ചകൾ വരികയും കൃത്യമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെ കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കണക്കുകളുമായി അദ്ദേഹം വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ VD സതീശൻ പറഞ്ഞ പോലെ 10 വർഷം കൊണ്ട് 4 ലക്ഷം വീടുകളാണോ നിങ്ങൾ വെച്ചതെന്ന് ചോദിച്ച ചോദ്യം പോലെയാണ്. 3 ലക്ഷം പേർക്കല്ലേ തൊഴിൽ കൊടുത്തുള്ളൂ, 1.5 ലക്ഷം പേർക്ക് പിൻവാതിൽ നിയമനം നടത്തിയല്ലോ. ഞാൻ വെല്ലുവിളിച്ചു, നിങ്ങൾ എന്തേ കൊണ്ടുവരുന്നില്ല ഈ കണക്കുകൾ പിൻവാതിൽ നിയമനം നടത്തിയത്? ശ്രീ എം ജയചന്ദ്രൻ, എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ഇത്തരം കണക്കുകളിലൂടെയാണ് അദ്ദേഹം ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2016 മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള ഓരോ വർഷവും ഗവൺമെൻറ് PSC വഴി കൊടുത്ത എത്ര ആൾക്കൊക്കെ തൊഴിൽ കൊടുത്തു എന്നുള്ള വിവരം എൻ്റെ കയ്യിലുണ്ട്, രേഖാമൂലം ഉണ്ട്. അത് വായിക്കേണ്ടി വരും, അത് വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ അതല്ല പ്രശ്നം. ഈ എന്തും വിളിച്ചു പറയുക എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തെ പോലെ ഒരാൾ മാറുന്നത് സങ്കടകരമാണ് എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് തോന്നുന്നുള്ളൂ. അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ പിന്നെ അത് പറയേണ്ട ആവശ്യവുമില്ല, അതവിടെ നിൽക്കട്ടെ. ശ്രീ റോണി കെ ബേബി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, UDF മൊത്തം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഞാനൊരു കാര്യം പറയാം. LDF പോലും ഇനി അത് വിശദീകരിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു വിഷൻ 2031 എന്ന് പറയുന്ന പരിപാടിയാണല്ലോ കഴിഞ്ഞ ദിവസം നടന്നത്, 75ാം വാർഷികം കേരളത്തിൻ്റെ. ഞാനൊരു കാര്യം പറയാം. ഈ കിഫ്ബി വഴിയുള്ള റോഡ് റെയിൽ വികസനം നടന്നു കഴിഞ്ഞാൽ അത് ഇനി നടക്കാൻ പോവുകയാണല്ലോ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ. അതാണ് ഞാൻ പറയുന്നത്, ഫോക്കസ് അത് തന്നെയാണ്. വിഴിഞ്ഞത്ത് സംഭവിക്കാൻ പോകുന്ന മാറ്റം, വിഴിഞ്ഞം കൊണ്ട് കേരളത്തിലുണ്ടാകാൻ പോകുന്ന മാറ്റം നിങ്ങൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വിധമുള്ള മാറ്റമാണ്. ഒറ്റക്കാര്യം ഞാൻ എൻ്റെ ചൂണ്ടിക്കാണിക്കാൻ വിശദമായിട്ടൊന്നും പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുമില്ല. ഒറ്റക്കാര്യം ചൂണ്ടിക്കാണിക്കുക മാത്രമേ ഉള്ളൂ. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളം കൊടുക്കാനുള്ള പണം തരുന്ന ഒരു സംവിധാനമായി വിഴിഞ്ഞം മാറാൻ പോവുകയാണ് 2031 വർഷം ആകുമ്പോൾ. അത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാൻ താങ്കൾക്ക് പറ്റുമെങ്കിൽ താങ്കൾ പഠിച്ചോളൂ, താങ്കൾ അധ്യാപകനും കൂടെയാണല്ലോ. ഞാനതിപ്പോൾ പറയാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലാത്തതുകൊണ്ടാണ്. അത്രയും വലിയ ഒരു പ്രോജക്റ്റായിട്ട് വിഴിഞ്ഞം മാറാൻ പോവുകയാണ്. അത് ഇന്ത്യയുടെ മുമ്പിൽ ലോകത്തിന് തന്നെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നാം തരം ഒരു പദ്ധതിയായിട്ട് 2031 വിഴിഞ്ഞം പ്രോജക്റ്റ് മാറാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള റെയിൽ റോഡ് കണക്ടിവിറ്റി നിശ്ചയമായും വേണം. ആ റെയിൽ റോഡ് കണക്ടിവിറ്റി മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് LDF സർക്കാർ റെയിലിനെ പറ്റി ആലോചിച്ചത്. പക്ഷേ നിങ്ങൾക്കിടയിലുള്ള ചില കുരുട്ട് ബുദ്ധികൾ
അവർ BJP-യുമായിട്ട് ചേർന്ന് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് റെയിലിനെ അട്ടിമറിച്ചതുകൊണ്ട് അതിന് കുറച്ച് കാലതാമസം വരുത്താൻ കഴിഞ്ഞു എന്നത് മാത്രം. ഇപ്പോൾ RRTSലേക്ക് വന്നിട്ടുണ്ടല്ലോ, പതുക്കെ യൂണിയൻ ഗവൺമെൻറ് വരുന്നുണ്ടല്ലോ. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല, തടയാനും കഴിയില്ല. അതവിടെ നിൽക്കട്ടെ, RRTSൻ്റെ അവിടെ നിൽക്കട്ടെ. ഈ വിഴിഞ്ഞത്തിൻ്റെ ആ പെരിഫറലിലുള്ള ഔട്ടർ റിംഗ് റോഡ് ഉൾപ്പെടെ മറ്റ് റെയിൽ കണക്ടിവിറ്റി ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞം തരാൻ പോകുന്ന ഒരു വലിയ അതിഭയങ്കരമായ എംപവർമെൻ്റ് ഉണ്ട് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മൊത്തത്തിൽ തരാൻ പോകുന്നത്. അതെന്താണെന്നുള്ളത് നിങ്ങൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് UDF-ന് ആലോചിക്കാൻ പോലും പറ്റാതിരുന്നത്? അത് സാധ്യതപ്രായമാക്കാൻ മുഖ്യമന്ത്രി എപ്പോഴും പറയാറുണ്ടല്ലോ, ഗെയിൽ പൈപ്പ് ലൈൻ്റെ കാര്യം പറയാറുണ്ട്, NH 66 വികസനത്തിൻ്റെ കാര്യം പറയാറുണ്ട്. അതൊക്കെ നമ്മളിവിടെ ആവർത്തിക്കേണ്ടതില്ല. അത് ആവർത്തിക്കാൻ എപ്പോഴും ആവശ്യമായി വരത്തക്ക വിധം മുമ്പിൽ നിൽക്കുന്ന സംഗതിയാണ് ഇപ്പോൾ വിഴിഞ്ഞം. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. അതടക്കം നിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കേരളം പിറകോട്ടടിക്കുന്നത് പറയുന്നത് ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സുപ്രധാനമായൊരു കാര്യം, ഞാൻ മുൻപ് കൈരളി ചാനൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും വീണ്ടും ഇപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 1972 വർഷത്തിൽ, ആ വർഷത്തിൽ കേരളത്തിൻ്റെ ഗൾഫ് റെമിറ്റൻസ് എന്ന് പറയുന്നത് 8,65,00,000 രൂപയാണ്. അതൊന്ന് പിന്നെ പ്രത്യേകമായി നമ്മൾ അടിവരയിട്ട് കാണേണ്ട ഒരു സംഗതിയാണ്. 1972 ഗൾഫ് റെമിറ്റൻസ് 8,65,00,000 രൂപ. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്ക് പ്രകാരം 2023 മാർച്ച് 31 കണക്ക് പ്രകാരം കേരളത്തിലെ ഗൾഫ് റെമിറ്റൻസിൻ്റെ തുക എന്ന് പറയുന്നത് 1,10,000 കോടി രൂപയാണ്. 1,10,000 കോടി രൂപ. കേരളം വളരുകയാണോ തളരുകയാണോ? ഈ പണം കേരളത്തിലേക്ക് വരുന്നത്, അയക്കുന്നത്, ഗൾഫ് റെമിറ്റൻസ് വരുന്നത് കേരളം ഒരുപാട് തരത്തിൽ, നാനാ തരത്തിൽ അത് വികസിച്ച് പന്തലിക്കുന്ന നിലയിലേക്ക് എത്തിച്ചത് കേരളത്തിലെ മലയാളികൾ തന്നെയാണെന്നേ. അവർ ഗൾഫിൽ പോയി ഇങ്ങോട്ട് അയക്കുന്ന പണം വെറുതെ ഇവിടെ വന്ന് കുമിഞ്ഞു കൂടുകയല്ല ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു ഗ്രോത്ത് ട്രാജക്ടറി കൃത്യമായിട്ടുണ്ട്. അത് കൃത്യമായി പിന്നെ അടയാളപ്പെടുത്താൻ കഴിയുന്നുമുണ്ട് LDF സർക്കാരുകൾക്ക്. നിങ്ങളുടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ സർക്കാരും അതിൻ്റേതായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള സർക്കാരുകൾ തന്നെയാണ്. പക്ഷേ അതിനകത്ത് കൂടുതൽ നിശ്ചയമായും ഇൻപുട്ടുള്ളത് LDF സർക്കാരുകൾക്ക് തന്നെയാണ്. അപ്പോൾ അതവിടെ നിൽക്കുകയാണ്. എന്നിട്ടും നിങ്ങൾ ആക്ഷേപിക്കുന്നു. എന്താണ് ഈ ചർച്ചയിലടക്കം താങ്കൾ ആക്ഷേപിക്കുന്നത്? കേരളത്തിൽ നിന്ന് ആൾക്കാർ നാട് വിട്ടു പോവുകയാണ്. എത്ര മോശപ്പെട്ട പ്രചരണമാണത്! അങ്ങനെയാണോ ഒരു നാടിനെ പറ്റി കുപ്രചാരണം നടത്തേണ്ടത്? അങ്ങനെയാണോ? നമ്മുടെ നാട് വളരുകയല്ലേ ഈ കാലങ്ങളിൽ. ഞാനീ പറഞ്ഞ 72 മുതൽ 2026 വരെയുള്ള കാലം, ഈ 2021 നോക്കണ്ട, ഞാൻ പറഞ്ഞ 2023 മാർച്ച് 31 വരെ നോക്കിക്കോളൂ. ആ കാലമൊക്കെ കേരളം വളരുകയല്ലേ. അന്നത്തെ കേരളമാണ് ഇന്നത്തെ കേരളം. മറ്റൊന്ന് 1957 56 നമ്മൾ ഭാഷാടിസ്ഥാന സംസ്ഥാനമാകുന്നത്. അന്ന് നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്ക സംസ്ഥാനമായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു 1956 കേരളം. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മുന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ സ്ഥാനത്ത് കേരളം ഉണ്ടല്ലോ. കേരളം മുടിയുകയാണെന്ന് താങ്കൾ പറഞ്ഞ കണക്കുകളൊന്നും അറിയാത്ത ആളല്ല ശ്രീ റോണി കെ ബേബി. കേരളം നന്നായി വളരുന്നുണ്ട്. കേരളം നട്ടലുയർത്തി തന്നെയാണ് നിൽക്കുന്നത്, അതിനറിയാം. പക്ഷേ എന്ത് ചെയ്യാൻ, തെരഞ്ഞെടുപ്പ് അടുത്തല്ലോ. കണക്കുകൾ ഇങ്ങനെ പറഞ്ഞല്ലോ. രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിച്ചുള്ളൂ, തെരഞ്ഞെടുപ്പ് കാലമാണ്. പക്ഷേ ഒരു നാടിനെ ഇങ്ങനെ അധിക്ഷേപിക്കാമോ? കേരളം എന്ന ഒറ്റക്കെട്ടായി നിൽക്കേണ്ട മനുഷ്യരല്ലേ നമ്മൾ. അങ്ങനെ അധിക്ഷേപിക്കുന്നത് നാടിനെയാകെ 3.5 കോടി മലയാളികളെ ആക്ഷേപിക്കുന്നത് തുല്യമല്ലേ? ഇവിടുന്ന് നാട് വിടുന്നു എന്നൊക്കെ പറഞ്ഞ് എത്ര ആക്ഷേപകരമായ പരാമർശം. ഞാൻ ഒരിക്കലും നമ്മുടെ നാടിനെ ആക്ഷേപിച്ചല്ല സംസാരിച്ചത്. നമ്മുടെ ഇവിടെ ആദ്യം ചർച്ചയിൽ അമർത്യ സെന്നിന്റെ കാര്യം ചൂണ്ടിക്കാട്ടി. ആ അമർത്യ സെൻ തന്നെ കേരളത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? കേരളം എക്കോണമി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് മണി ഓർഡർ എക്കോണമിയാണ്. അദ്ദേഹം വിശേഷിപ്പിച്ച വാക്കാണ്. ഇതൊരു ബുക്കുകൾ വായിക്കും. ഞാൻ അതിൽ എന്റെ MPhil തീസിസ് എന്ന് പറയുന്ന അമർത്യ സെന്നിന്റെ കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. അത് കൃത്യമായി അദ്ദേഹം കേരളത്തെ വിശേഷിപ്പിക്കുന്നത് മണി ഓർഡർ എക്കോണമി എന്നാണ്. കേന്ദ്രഭാഷ കൃത്യമായി കണക്ക് പറഞ്ഞു. 1,10,000 കോടിയാണ് ഈ പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്നത്. അതാണ് നമ്മുടെ കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. എത്രയോ കേരളത്തിലെ കോളേജുകൾ കുട്ടികളില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. എവിടെ പോയി നമ്മുടെ കുട്ടികൾ അവരെന്തുകൊണ്ട് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് അവർ പ്രവേശിക്കുന്നില്ല? ഒരു കണക്ക് തന്നെ പറയാം. ബഹുമാനപ്പെട്ട ഈ നിയമസഭയിൽ തന്നെ അതിന് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ അടച്ചുപൂട്ടപ്പെട്ട സ്കൂളുകളുടെ എണ്ണം 67 സ്കൂളുകളാണ് കേരളത്തിൽ അടച്ചുപൂട്ടപ്പെട്ടത്. ഏതിലും ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ അത് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. നിയമസഭയിൽ തന്നെ കൃത്യമായി നൽകിയ മറുപടിയാണ്. അപ്പോൾ നമ്മൾ എവിടേക്ക് പോകുന്നു? ഞാൻ പറഞ്ഞത്, നമ്മൾ എന്നത് രാഷ്ട്രീയം മാറ്റി നിർത്തണം. നമ്മുടെ നാട് വികസിക്കണം. നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം ഉണ്ടാകണം, പ്രതീക്ഷകൾ ഉണ്ടാവണം. നമ്മുടെ നാട്ടിൽ നിന്നാൽ
ഈ നാട് വളരും, വികസിക്കുമെന്നും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവണം. പക്ഷെ ആ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ് അതുകൊണ്ടാണല്ലോ കേരളത്തിന്റെ 20% വരുന്ന കേരളത്തിലെ ജനസംഖ്യ പ്രവാസികളായി ഈ മലനാരണ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടാ? അവർക്ക് എന്തുകൊണ്ട് ഈ നാട്ടില് ഈ പറയുന്ന തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൂടാ? ഈ വിദ്യാഭ്യാസം കിട്ടുന്ന മുഴുവൻ ഭൂരിപക്ഷം ആളുകൾ നാട് വിട്ടു പോകുന്നതിന്റെ യാഥാർത്ഥ്യം നമ്മുടെ PSC റാങ്ക് ലിസ്റ്റുകളുടെ വിശ്വാസം തകർന്നു. ഡിവൈഎഫ്ഐ നേതാക്കളെ കുത്തി നിറച്ചു. യൂണിവേഴ്സിറ്റി സമയപരിമിതി പോലെ ഞാൻ ഇടപെടുകയാണ്. വളരെ ചുരുക്കി ശ്രീ റോണിക്ക ബേബി, താങ്കൾ പറഞ്ഞതെല്ലാം ഈ PSC ലിസ്റ്റിന്റെ കാര്യങ്ങളടക്കം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ് എത്ര പേർക്ക് നിയമനം കിട്ടിയെന്നതടക്കമുള്ള കാര്യങ്ങൾ. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യമുണ്ടല്ലോ, നിങ്ങളുടെ നേതാവ് ശശി തരൂർ തന്നെ പ്രകീർത്തിച്ചതാണ്. 3.5 ലക്ഷം വന്നു. ഇതൊക്കെ കാണാതിരിക്കുകയും കേരളത്തെ, അതാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ടി വരുന്നത്, കേരളത്തെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തരുത്. CM ജയചന്ദ്രൻ, വളരെ ചുരുങ്ങിയ വാക്കുകൾ താങ്കൾക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം പറഞ്ഞുകൊണ്ട്. ഇത് നമ്മളിങ്ങനെ പറയുമ്പോഴുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹം സ്കൂളുകൾ പൂട്ടുന്ന കാര്യം പറഞ്ഞു. 2011-2016 കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 1200 സ്കൂളുകളാണ് അൺഎക്കണോമിക്, അനാദായകരം എന്ന മുദ്ര ചാർത്തി പൂട്ടാൻ ലിസ്റ്റ് ചെയ്തത്. അന്നേരമാണല്ലോ പ്രക്ഷോഭം ഉണ്ടാകുന്നത്. അതിനുശേഷം LDF സർക്കാർ അധികാരത്തിൽ വന്നു. ഏതെങ്കിലും സ്കൂൾ പൂട്ടിയോ? താങ്കൾ ഇപ്പോൾ പറയുന്നു 46 സ്കൂളുകൾ പൂട്ടിക്കഴിഞ്ഞു എന്ന്. താങ്കൾ പറയൂ, എവിടെയൊക്കെയാണ്, ഏതൊക്കെ ജില്ലകളിലാണ്? നമുക്കത് ഒന്നിച്ച് നേരിടാം. അങ്ങനെ പൂട്ടപ്പെടാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ കേരളത്തിന് സംശയമില്ല. കേരളം വിദ്യാർത്ഥികളെ തിരിച്ച് വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവന്ന കഴിഞ്ഞ 10 വർഷങ്ങളുടെ ഒരു മഹിതമായ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, താങ്കൾ പറയൂ, എവിടെയാണ് കേരളത്തിൽ താങ്കളുടെ അറിവിൽ ഈ 46 സ്കൂളുകൾ? താങ്കൾ ചോദിച്ച അതേ ചോദ്യം, എവിടെയാണ് ഈ സ്കൂളുകൾ, 46 സ്കൂളുകൾ എവിടെയാണ് പൂട്ടിയെന്നുള്ള കണക്ക് റോണി കെ ബേബി കൊണ്ടുവരേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് ഈ സമയപരിമിതി മൂലം ചർച്ചയോട് അവസാനിപ്പിക്കുകയാണ്. കള്ളങ്ങൾ എത്ര പറഞ്ഞാലും കേരളം വളരുക തന്നെയാണ്. അങ്ങനെ തളർത്താൻ കഴിയുന്നതല്ല കേരളത്തിൻ്റെ ഒരുമയും ഒന്നായി തുടരുന്ന ഈ രീതിയും. ഏതായാലും കോൺഗ്രസും പ്രതിപക്ഷവും ഈ രീതി അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് കേരളത്തിലെ 3.5 കോടി മലയാളികൾ ആവശ്യപ്പെടുന്നതും. ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്നിവിടെ പൂർത്തിയാവുകയാണ്.